ഒരു മുസ്ലിമായ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട പങ്കാളിയെക്കുറിച്ച്, വധുവിനെക്കുറിച്ച് വ്യക്തമായ പ്ലാൻ നമുക്ക് നൽകുന്നുണ്ട്. ഒരു വ്യക്തി, സത്യവിശ്വാസിയായ ഒരു വ്യക്തി വിവാഹം കഴിക്കാനായിട്ട് അവൻ ആദ്യമായി ലക്ഷ്യം വെച്ചാൽ അവൻ എന്താണ് തിരഞ്ഞെടുക്കേണ്ടത്, ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് പ്രവാചകൻ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനത്തിൽ കാണാം. പൊതുവെ മനുഷ്യർ താല്പര്യപ്പെടുന്നത് 4 കാര്യത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ തുടങ്ങുന്നു. തുൻകഹുൽ മർഅതു ലിഅർബഇ ഖിസാൽ, തുൻകഹുൽ മർഅതു ലിഅർബഇ ഖിസാൽ. സ്ത്രീകൾ പൊതുവെ വിവാഹം കഴിക്കപ്പെടാറുള്ളത് 4 കാര്യത്തിന് വേണ്ടിയാണ്. ഒന്ന് ലിമാലിഹാ, അവളുടെ സമ്പത്തിന് വേണ്ടിയാണ്. അവളുടെ സമ്പത്ത് കണ്ടുകൊണ്ടാണ് വിവാഹം കഴിക്കാറ്. മറ്റൊന്ന് വലി ജമാലിഹാ, അവളുടെ സൗന്ദര്യം കണ്ടിട്ടാണ്. സൗന്ദര്യം കണ്ട് അതിൽ അമിതമായി ഉന്മത്തനായിക്കൊണ്ട് സൗന്ദര്യത്തിന് വേണ്ടി വല്ലാത്ത താല്പര്യത്തോടുകൂടി സൗന്ദര്യമുള്ള സ്ത്രീയെ മാത്രം പ്രാപിക്കണം, അവളെ മതി, എനിക്ക് വാശി പിടിക്കുന്നുണ്ട് എന്ന് ജനങ്ങൾ. പ്രവാചകൻ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സ്ത്രീകളെ വിവാഹം കഴിക്കപ്പെടാറുള്ളത് ഒന്ന് അവളുടെ സമ്പത്തിന് വേണ്ടിയാണ്. വലി ജമാലിഹാ, മറ്റൊന്ന് അവളുടെ സൗന്ദര്യത്തിന് വേണ്ടിയാണ്. മൂന്നാമത്തത് വലി ഹസബിഹാ, അവളുടെ കുലീനതയ്ക്ക് വേണ്ടിയാണ്. നല്ല തറവാടുള്ള പെണ്ണ്, അവളെ മതി എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിക്കുക. നാലാമത്തത് വലി ദീനിഹാ, ദീനുള്ളതിന് വേണ്ടി, ദീനിയായ മതബോധമുള്ള മതനിഷ്ഠയുള്ള പെണ്ണായതിന് വേണ്ടി അവളെയും വിവാഹം കഴിക്കപ്പെടാറുണ്ട്. 4 ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് പൊതുവെ സ്ത്രീകളെ വിവാഹം കഴിക്കപ്പെടാറുള്ളത്. ആ 4 ലക്ഷ്യങ്ങളാണ് പ്രവാചകൻ അക്കമിട്ട് പറഞ്ഞത്. ഒന്ന് സമ്പത്തിന് വേണ്ടി, മറ്റൊന്ന് അവളുടെ സൗന്ദര്യത്തെ പുൽകിയതിന് വേണ്ടി, മൂന്നാമത്തത് അവളുടെ കുടുംബത്തെ, തറവാടിത്ത മഹിമയെ, കുലീനതയുള്ളവരെ, കുലമഹിമയുള്ളവളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി, നാലാമത്തത് അവളുടെ ദീനിന് വേണ്ടി. എന്നാൽ പ്രവാചകൻ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫൾഫർ ബിദാത്തിദ്ദീൻ, ദീനുള്ള പെണ്ണിനെ കൊണ്ട് വിജയിച്ചോ നിങ്ങൾ. ദീനുള്ള പെണ്ണിനെ മുറുകെ പിടിച്ചോ, അവളെ വിവാഹം കഴിച്ചോ. അവളെ വിവാഹം കഴിച്ചോ എന്നുള്ള പദമല്ല പ്രവാചകൻ അവിടെ പറഞ്ഞത്. ഫൾഫർ ബിദാത്തിദ്ദീൻ, ഫൾഫർ എന്ന് പറഞ്ഞാൽ നീ വിജയിച്ചോ. ഫൾഫർ ബിദാത്തിദ്ദീൻ, ദീനിനെയുള്ള വിവാഹം, ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കലുകൊണ്ട് നീ വിജയിച്ചോ. നീ വിജയിച്ചവനിൽപ്പെട്ടവനാകും. നിന്റെ കുടുംബജീവിതം സന്തോഷത്തിലും സന്തുഷ്ട ജീവിതത്തിലും ആവണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെണ്ണ് ദീനിയുള്ളവളായിരിക്കണം, ദീനുള്ളവളായിരിക്കണം, മതബോധമുള്ളവളായിരിക്കണം, മതനിഷ്ഠയുള്ളവളായിരിക്കണം. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ എന്താ നോക്കാറ്? സ്ത്രീധനം അല്ലേ? സ്ത്രീധനം എന്ന മഹാവിപത്ത് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ വിപത്തായി മാറിയിരിക്കുകയാണ്. പാവപ്പെട്ട പെൺകൊടികളെ അവരുടെ വീടിന്റെ അകത്തളങ്ങളിൽ തളച്ചിടേണ്ട ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. അവളുടെ വികാരങ്ങൾ ശമിപ്പിക്കുവാൻ വേണ്ടി അവളുടെ ഹൃദയത്തിൽ തന്നെ വെച്ചുകൊണ്ട് വികാരം പൂട്ടിവെക്കേണ്ട, ചങ്ങലക്കിടേണ്ട, ബന്ധിക്കേണ്ട ഒരു കാലാവസ്ഥയിലേക്ക് മനുഷ്യൻ മാറിയിരിക്കുന്നു, മാനവം മാറി ചിന്തിരിക്കുന്നു. ഓരോരുത്തരും ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് ചിന്തിക്കട്ടെ. നാം ഓരോരുത്തരും, ചെറുപ്പക്കാരായ വ്യക്തികൾ ഓരോരുത്തരും കഴിയേണ്ടത്, ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ഇനി വിവാഹം കഴിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഓരോരുത്തരും കരുതേണ്ടത് ദീനിയായ പെണ്ണിനെ വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ. എന്തേ കാരണം?
ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിച്ചോ, അതിലൂടെ നീ വിജയം പ്രാപിച്ചോ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തായ പിറന്ന നമ്മൾ മറ്റൊരു പെണ്ണിനെ നമ്മൾ പ്രാപിക്കാൻ പാടില്ല. മുതൽ കണ്ടുകൊണ്ട്, സമ്പത്ത് കണ്ടുകൊണ്ട്, അവളുടെ കുലമഹിമ കണ്ടുകൊണ്ട്, കുലീനതയുള്ള തറവാട്ടിൽ നിന്നാണ് ഞാൻ വിവാഹം കഴിച്ചത് എന്ന് അവകാശപ്പെട്ടതുകൊണ്ട് പാരത്രിക ലോകത്തെത്തുമ്പോ ലക്ഷക്കണക്കിന് ജനങ്ങൾ അല്ലാഹുവിന്റെ ദർബാറിൽ ഒരുമിച്ച് കൂടുമ്പോ അവിടെ വെച്ചുകൊണ്ട് കൈകടിച്ചു മാറി നിൽക്കേണ്ട അവസ്ഥ. ദീനിയല്ലാത്ത പെണ്ണിനെ തെരഞ്ഞെടുക്കുന്നതിലൂടെ നിന്റെ കുടുംബം ശിഥിലീകരിക്കപ്പെടും, നിന്റെ വൈവാഹിക ജീവിതം താറുമാറാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. സൗന്ദര്യമുള്ള പെണ്ണിനെ ആരെങ്കിലും ആസ്വദിച്ചുകൊണ്ട്, അവളുടെ സൗന്ദര്യത്തെ മോഹിച്ചുകൊണ്ട് ആരെങ്കിലും തെരഞ്ഞെടുത്താൽ അല്ലാഹുവിന്റെ റസൂൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്കൊരു സ്ത്രീയുണ്ട്, എനിക്കൊരു പെണ്ണുണ്ട്, അവൾ വല്ലാത്ത സൗന്ദര്യമുള്ളവളാണ്. അവളുടെ അടുക്കൽ ആരെങ്കിലും കൈ അവളുടെ ശരീരത്തിൽ തൊട്ടാൽ അവൾ ആ കൈയെടുത്തു മാറ്റാൻ അവൾ സമ്മതിക്കില്ല. അഥവാ അവൾ വേശ്യയുടെ സ്വഭാവമുള്ളവളാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫത്വല്ലിഖ്ഹാ. സൗന്ദര്യം കൂടിപ്പോകുമ്പോ ഗൾഫിലുള്ളതായതായ പാവപ്പെട്ടതായ ചെറുപ്പക്കാരൻ അവൻ ഗൾഫിലിരുന്നു കൊണ്ട് അവന്റെ ഡ്രാഫ്റ്റ് അയച്ചു കൊടുക്കുന്നു ഭാര്യയ്ക്ക് വേണ്ടി, അവൾ സൂഹിക്കാൻ വേണ്ടി, അവളുടെ മക്കൾക്കും അന്നത്തിന് വേണ്ടി, അന്നപാനീയങ്ങൾക്ക് വേണ്ടി കൊടുക്കുമ്പോ അതവൾ ദൂഷ്യമായ രീതിയിലേക്ക്, മോശമായ രീതിയിലേക്ക് മാറ്റിയെഴുതുന്നു. അവൾക്ക് കറങ്ങിയടിക്കാൻ വേണ്ടി ആ പണത്തെ അവൾ നീക്കി വെക്കുന്നു. ഇത് ശരിയല്ല. ആ രീതിയിൽ അവൾ സൗന്ദര്യം കൊണ്ട് അമ്മാനമാടുമ്പോ റോഡിലൂടെ അവൾ നിരങ്ങുന്നു. തമ്മാടിയായിട്ട്, റൗഡിയായിട്ട് അവൾ പരിലസിക്കുന്നു, കൂട്ടുകെട്ടുന്നു, തമ്മാടികളുമായിട്ട് അവൾ വ്യഭിചരിക്കുന്നു. ആ രീതിയിലേക്ക് എനിക്കൊരു ഭാര്യയുണ്ട് എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ സ്വഹാബിയോട് പറഞ്ഞു, ഫത്വല്ലിഖ്ഹാ. ആ സൗന്ദര്യമുള്ള പെണ്ണ് നിനക്ക് ആപത്താണ്, നിനക്ക് വിപത്താണ്, നിനക്ക് ദൂഷ്യമാണ്. നീ അതുകൊണ്ട് വല്ലാത്ത വിപത്തിലേക്ക് വന്ന് പെടുമെന്ന് ആ സ്വഹാബിയായ വ്യക്തിയെ അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത്രേ, അവളുടെ സൗന്ദര്യത്തിൽ ഞാനും വല്ലാത്ത ആനന്ദം കൊള്ളുന്നു, ഞാൻ വല്ലാത്ത താല്പര്യം കൊള്ളുന്നു റസൂലേ. അതുകൊണ്ട് അവളെ ഉപദേശിക്കുവാൻ എനിക്ക് കഴിയില്ല റസൂലേ, അവളെ ഉപദേശിക്കുവാൻ എന്നോട് നീ പറയല്ലേ ഹബീബേ. അല്ലാഹുവിന്റെ റസൂൽ അത് കേട്ടപ്പോ ആ വ്യക്തിയോട് വളരെ കണിശമായി പറഞ്ഞു, അത്രേ, എങ്കിൽ ആ പെണ്ണിനെ കൊണ്ട് നീ ബുദ്ധിമുട്ട് അനുഭവിക്കുക. അവളുടെ സൗന്ദര്യം കൊണ്ട് അവൾ മറ്റുള്ളവരിലേക്ക് കലം കേട്ടുമ്പോ, അവരുടെ ജീവിതത്തിൽ അവർ സായുത്വം കാണുമ്പോ നീ അത് കണ്ടുകൊണ്ട് നീ മനസ്സ് നീറി പുകഞ്ഞുകൊണ്ട് ജീവിക്കുക. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കിന്റെ ഗൗരവം മനസ്സിലാക്കണം നിങ്ങൾ. സൗന്ദര്യമുള്ള പെണ്ണിനെ സൗന്ദര്യം കണ്ടുകൊണ്ട് മാത്രം വിവാഹം കഴിച്ചാൽ അതിലൂടെ നിങ്ങൾക്ക് വല്ലാത്ത ദൂഷ്യമുണ്ടാകും. കുടുംബം നോക്കണ്ട, സൗന്ദര്യം നോക്കണ്ട എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതൊക്കെ നോക്കണം. കുടുംബവും കുലീനതയും തറവാടിത്വവും ഒക്കെ ഉള്ളവർ അതിനനുസരിച്ചുള്ള വിവാഹാലോചനകളൊക്കെ നോക്കണം. എന്നാലും മർമ്മപ്രധാനമായിട്ട് കാണേണ്ടത് ദീനുള്ള മതബോധമുള്ള പെണ്ണിനെയാണ് എന്ന് ഷഫീഉൽ വലാ സയ്യിദുനാ റസൂലുള്ളാഹി പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കാലഘട്ടത്തിൽ നമ്മൾ അത്തരക്കാരാണോ? ഇതേപോലെ തന്നെയാണ് ചെറുപ്പക്കാരായ വ്യക്തികൾ ഒരുപ്പ അവരുടെ മകൾക്ക് വേണ്ടി, മകൾക്ക് വേണ്ടി വിവാഹാലോചന നടത്തുമ്പോൾ ചെറുപ്പക്കാരായ വ്യക്തികളെ കൂടി അന്വേഷിക്കണം. അവർക്കും മതബോധമുണ്ടോ എന്നുകൂടി അന്വേഷിക്കണം. അവർ ഇസ്ലാമികമായ ചുറ്റുവട്ടത്തിൽ ജീവിക്കുന്നവരാണോ, 5 വഖത്ത് കൃത്യമായി നമസ്കരിക്കുന്നവരാണോ എന്നുള്ളത് അന്വേഷിക്കണം. വിവാഹപ്രായം എത്തുമ്പോൾ ആ സമയത്ത് മാത്രം പള്ളിയിലേക്ക് വരുന്ന ചെറുപ്പക്കാരുണ്ട്. എന്തിനു? ഉസ്താദിൻ്റെ അടുത്ത് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ. ഇത് ശരിയല്ല. ആ ഒരു സമയത്ത് മാത്രം. അത് കഴിയുമ്പോൾ, നല്ലൊരു വിവാഹാലോചന കിട്ടിക്കഴിയുമ്പോൾ പള്ളിയും മറന്നു, പള്ളിക്കാരെയും മറന്നു, പിന്നെ അവൻ്റെ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, സ്ത്രീകളെ വിവാഹാലോചന നടത്തുമ്പോഴും ആലിമീങ്ങളെയും അതുപോലെ തന്നെ ഉസ്താദുമാരെയും അതുപോലെ തന്നെ നല്ല ദീനീ ബോധമുള്ളവരെയും തെരഞ്ഞെടുക്കൽ അത്യന്താപേക്ഷിതമാണ്. ഫൾഫർ ബിദാത്തിദ്ദീൻ. ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ മകന് വിവാഹാലോചന നടത്തിയത് ആരെയാണെന്ന് ചരിത്രത്തിൽ പ്രസിദ്ധമാണ്.
രാത്രി ജനങ്ങളുടെ ക്ഷേമം അന്വേഷിച്ചുകൊണ്ട് പാതിരാത്രി നേരത്ത് രാത്രിയുടെ അന്ത്യാമത്തിൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഖലീഫയായിരിക്കുന്ന കാലഘട്ടത്തിൽ അതാ പോകുന്നു. കൂരിരുട്ട് വകഞ്ഞു മാറ്റിക്കൊണ്ട് ഒരു വീടിന്റെ നേരെ ലക്ഷ്യമാക്കി ആ കൂരയിൽ നിന്ന് അതാ ഒച്ച കേൾക്കുന്നു. ഒരുമ്മ മകളെ വിളിച്ചുണർത്തുന്ന ശബ്ദമാണ്. മകളെ എണീക്കൂ, പാലിൽ വെള്ളം ചേർക്കൂ, ജനങ്ങൾക്ക് കൊടുക്കാനായിട്ട് പാലിൽ വെള്ളം ചേർക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുമ്മ മകളെ വിളിച്ച് ഉണർത്തുന്ന അശരീരിയാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കേൾക്കുന്നത്. മഹാനവറുകൾ ചെവി കൂർപ്പിച്ചു, സാഗൂതം ശ്രദ്ധ ചെലുത്തി. അദ്ദേഹത്തിന്റെ വളരെ വ്യക്തമായ നിലയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞു. മകളുടെ ശബ്ദം മകൾ തിരിച്ചടിക്കുകയാണ്. മകൾ ഉമ്മയ്ക്ക് ഉപദേശം കൊടുക്കുകയാണ്. സാധാരണഗതിയിൽ ഉമ്മയാണ് മകളെ ഉപദേശിക്കാറുണ്ടതെങ്കിൽ ഇവിടെ മകൾ ഉമ്മയെ ഉപദേശിക്കുന്നു. ഉമ്മ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പാലിൽ വെള്ളം ചേർത്തുകൊണ്ട് അത് ആ രീതിയിൽ കച്ചവടം ചെയ്യുന്നതിനെ വഞ്ചനാപരമാണ്, കുറ്റപരമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളും വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും ഓതി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ഉത്ബോധനം നടത്തിയിട്ടുണ്ടല്ലോ. അതിന് ഘടകവിരുദ്ധമായിട്ട് ചെയ്യാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിയുന്നത്? എന്നോട് പറയാൻ നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സ് വന്നത് എന്ന് ആ സ്ത്രീ ഉമ്മയോട് ചോദിച്ചപ്പോ ആ പ്രിയപ്പെട്ട മകളോട് ഉമ്മ പറയുന്ന മറുപടി, മോളെ, ഇവിടെ ഉമർ ഇബ്നുൽ ഖത്താബില്ല, ആരും തന്നെ കാണാനില്ല, ഒരു മനുഷ്യനുമില്ല. രാത്രിയുടെ അന്ത്യാമത്തിൽ സർവരും നിദ്രയിൽ കഴിയുന്ന ഈ വേളയിൽ നമ്മൾ മാത്രമേയുള്ളൂ. എത്രയും പെട്ടെന്ന് നീ പാലിൽ വെള്ളം ചേർക്കൂ. നേരം പുലരുന്നതിന് മുമ്പ് തന്നെ ജനങ്ങൾക്ക് ഇത് കൊണ്ടുപോയി വിറ്റിട്ട് ആ കാശുമായി നമ്മുടെ ജീവിതത്തിൽ ഉപജീവന മാർഗം നടത്താം, നമുക്ക് അരി വാങ്ങാം, നമുക്ക് നമ്മുടെ ജീവിതം കഴിച്ചുകൂട്ടാം. മകൾ സമ്മതിക്കുന്നില്ല. മകൾ വീണ്ടും വാശി പിടിക്കുന്നു. മകൾ പറയുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ കാണുന്നില്ലെങ്കിൽ ശരി, ലോകത്തിന്റെ അധിപനായ, ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സംഹാരകർത്താവായ, ജഗന്നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നില്ലയോ ഉമ്മ എന്നുള്ള ചോദ്യം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കർണപുടങ്ങളിലെത്തിയപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് വല്ലാത്ത സന്തോഷം തോന്നിപ്പോയി. കാരണം ആ ഉമ്മയുടെ ചോദ്യത്തിന് മറുപടി പറയാൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് അകത്തേക്ക് കയറി ചെന്നാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ കാലം അനുവദിക്കുന്നില്ല, സമയം അനുവദിക്കാത്തത് കൊണ്ട് തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പകച്ചു നിൽക്കുമ്പോൾ മകൾ നല്ല ചുട്ട മറുപടി കൊടുക്കുന്നു. അല്ലാഹു കാണുന്നില്ലയോ? എന്നെയും ഉമ്മയെയും സൃഷ്ടിച്ച, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച, ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നില്ലയോ? അവൻ അജയ്യനാണ്. അതുകൊണ്ട് അവരെ വകഞ്ഞു മാറ്റിർത്തിക്കൊണ്ട് ഒളിച്ചു വെച്ചുകൊണ്ടൊരു കാര്യവും ഈ ഭൂമി ലോകത്ത് നടക്കുക ഇല്ല ഉമ്മ, അതുകൊണ്ട് എന്നെ നിർബന്ധിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ മാറി നിൽക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുതിര എടുത്തുകൊണ്ട് തിരിച്ചു പോകുകയാണ് തന്റെ നാട്ടിലേക്ക്, തന്റെ സന്നിധിയിലേക്ക്. ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് നേരം പുലർന്നു. പ്രഭാതം പൊട്ടി വിണർന്നപ്പോ മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ അബ്ദല്ലാഹ്, നിനക്ക് ഞാൻ ഒരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. അവളുടെ കുലമഹിമ എനിക്കറിയില്ല, അവളുടെ തറവാട് എനിക്കറിയില്ല, അവൾ വലിയ സാമ്പത്തികമുണ്ടോ എന്ന് എനിക്കറിയില്ല, അവൾ വലിയ ധനാഢ്യാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒന്നറിയാം, ഞാൻ ഒരു ക്വാളിഫിക്കേഷൻ, ഒരു ക്വാളിറ്റി അവളിൽ കാണുന്നുണ്ട് കേട്ടോ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ചെവി കൂർപ്പിച്ച് കേൾക്കുകയാണ്. വാപ്പ കൊണ്ടുവന്നിരിക്കുന്ന കല്യാണാലോചന ഇതാരാണ്, ഏത് വ്യക്തിയാണ്, ഏത് പെണ്ണാണ്, ഏത് കുടുംബത്തിൽ നിന്നാണെന്നറിയുവാൻ ഉൾക്കടലമായ ആഗ്രഹത്തോടുകൂടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ല സാഗൂതം ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ചോദിച്ചു, ഉപ്പാ, അതേതാണ് ആ പെണ്ണ്, ആ പെണ്ണിലുള്ള ക്വാളിഫിക്കേഷൻ ഏതാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു കൊടുത്തു അത്രേ, മകളെ, അത് മറ്റാരുമല്ല, മകനെ, ഞാൻ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോ ഒരു വീട്ടിൽ നിന്ന് ശബ്ദം കേട്ടു. അവിടെ കണ്ട കാഴ്ചകളും അവിടെ കണ്ട സംഭവങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വിവരിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ആ പെണ്ണിൽ കാണുന്ന ക്വാളിഫിക്കേഷൻ അവൾ MBBS എടുത്തിട്ടുണ്ടെന്നല്ല ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞത്, അവൾ LLB പാസ്സായി എന്നല്ല പറഞ്ഞത്, അവൾ MEd എടുത്തെന്നല്ല പറഞ്ഞത്, മറിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ഖലീഫയായിരിക്കുന്ന കാലഘട്ടത്തിലാണെന്ന് ഓർക്കണം. ഖലീഫയുടെ മകന് വേണ്ടി ആ നാട്ടിലെ ധനാഢ്യരായ മുഴുവൻ മക്കളും ഒരുമിച്ച് കൂടാൻ തയ്യാറാണ്. അവരുടെ പദവിയും അന്തസ്സും അവരുടെ മുഴുവൻ പണവും സമ്പത്തും മുഴുവനും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കടിയറ വെക്കാൻ അവർ സന്നദ്ധരാണ്. എന്നിട്ട് പോലും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ബഹുമാനപ്പെട്ട തന്റെ മകന് അബ്ദുള്ളയ്ക്ക് വേണ്ടി കല്യാണാലോചന നടത്തുന്നത് ആരാണ്? ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ
അവൾക്കുള്ള ക്വാളിഫിക്കേഷൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നു, അവൾക്കുള്ള ക്വാളിഫിക്കേഷൻ മറ്റൊന്നുമല്ല, അവൾ മതനിഷ്ഠയുള്ളവളാണ്, മതബോധമുള്ളവളാണ്, അള്ളാഹുവിനെ ഭയക്കുന്നവളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. ദീനിയായ മതബോധമുള്ളവളെ തിരഞ്ഞെടുക്കണം എന്നതിന് വളരെ വ്യക്തമായ ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഈ ചരിത്രത്തിലൂടെ. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, മകൾക്ക് വേണ്ടി കല്യാണാലോചന നടത്തുമ്പോൾ, മകന് വേണ്ടി കല്യാണാലോചന നടത്തുമ്പോൾ നിങ്ങൾ ആരെയാണ് തിരഞ്ഞെടുക്കുന്നത്? ആരെയാണ് നോട്ടമിട്ട് വെക്കുന്നത്? ഏതെങ്കിലും വീട്ടിൽ അവൻ വലിയ കുടുംബമാണോ, അവൻ വലിയ തറവാടിയാണോ, അവൻ വലിയ പണമുള്ളവനാണോ, അവൻ ധനാഢ്യനാണോ എന്നുള്ളത് ആദ്യമാണ് നമ്മൾ നോക്കുക. പിന്നീടാണ് ദീനിന്റെ കാര്യം ആരും ചോദിക്കുന്നില്ല. ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ അളവും തോതും കുറുക്കിക്കൊണ്ട് അത് മാത്രം നോക്കിക്കൊണ്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നഷ്ടം സംഭവിച്ചവരാകും. ജീവിതത്തിൽ കുടുംബബന്ധത്തിൽ വിള്ളലും വിള്ളലുണ്ടാകുന്നതാണ്, കുടുംബബന്ധം ശിഥിലീകരിക്കപ്പെടാൻ ഏറ്റവും കൂടുതൽ കാരണമാകുന്നതാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദുനിയാ കുല്ലുഹാ മതാ വഖൈറു മതാഇ ദുനിയാ അൽ മർഅതു സാലിഹാ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ദുനിയാവ് മുഴുവനും അലങ്കാര വസ്തുക്കളാണ്, ചരക്കുകളാണ്, അലങ്കാര വസ്തുക്കളാണ്. ഈ ഭൗതിക ലോകത്തുള്ള സർവ്വ വസ്തുക്കളും അലങ്കാര വസ്തുക്കളത്രേ. വഖൈറു മതാഇ ദുനിയാ, ഈ ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും മുന്തിയ ചരക്കേതെന്നറിയുമോ? ഈ ലോകത്ത് വെച്ച് ഏറ്റവും നല്ല സമ്പത്ത് ഏതെന്നറിയുമോ? മുല്ലക്കങ്ങാടിയിൽ ഒരു 10 ഏക്കർ സ്ഥലം വാങ്ങലല്ല, വട്ടപ്പള്ളിയുടെ സക്കരിയ ബസാറിന്റെ നെഞ്ചത്ത് ഒരു കടയിടലല്ല, മറിച്ച് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് അൽ മർഅതു സാലിഹാ, സാലിഹായ ഒരു സ്ത്രീ, സാലിഹായ ഒരു ഭാര്യ നിനക്കുണ്ടോ? നീ ഒരുമിച്ച് കൂട്ടിയ സർവ്വ വസ്തുക്കളെക്കാളും, നിന്റെ മക്കളെക്കാളും, നിന്റെ സർവ്വതിനേക്കാളും എല്ലാം ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ളത് നല്ല ഒരു ഭാര്യ നിനക്കുണ്ടെങ്കിൽ അതെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കല്യാണാലോചന ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ അടുത്ത പരിപാടി? പെണ്ണിനെ പോയി കാണണം. അത് പ്രത്യേകം സുന്നത്തുള്ളതാണ്. പെണ്ണിനെ കാണണമെന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചെറുപ്പക്കാർ. വട്ടപ്പള്ളിയിൽ ഏതെങ്കിലും പള്ളിയുടെ മുന്നിലുള്ള ഒരു പഴയ പോസ്റ്റ് മറിച്ചിട്ടിട്ട് അതിൻ്റെ മുന്നിലിരുന്നു കൊണ്ട് സ്കൂളിൽ കൂടി പെണ്ണുങ്ങൾ തിരിച്ചു പോകുമ്പോൾ അവരെ ശൂളമടിച്ച് വിളിച്ചിട്ട് പെണ്ണിനെ കാണലല്ല ഈ പറയുന്നത്. ആ രീതിക്കുള്ള പെണ്ണിനെ കാണലല്ല, മറിച്ച് ഇസ്ലാം അനുവദിച്ചതായ പ്രവാചകൻ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുവദിച്ച രീതിയിലുള്ള പെണ്ണ് കാണൽ. അതെങ്ങനെയാ? അവൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ആദ്യം ബന്ധപ്പെടുന്നു, വാപ്പ ബന്ധപ്പെടുന്നു. അവൻ കഴിക്കാൻ ഒരു പെണ്ണിനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വീട്ടിൽ വിവരമറിയിച്ചു, ആ വീട്ടിൽ വാപ്പ ബന്ധപ്പെടുന്നു. അങ്ങനെ കുടുംബാദികൾ ബന്ധപ്പെട്ടുകൊണ്ട് അവർ പോവുകയാണ്. വാപ്പയും കൂട്ടാം, ഉമ്മയും കൂട്ടാം, സഹോദരിയും കൂട്ടാം. ചെന്ന് കഴിഞ്ഞാലോ ആരാ പെണ്ണ് കാണേണ്ടത്? പെണ്ണ് കാണേണ്ടത് ആരാ? ഇവിടെ എങ്ങനെയാ പെണ്ണ് കാണുന്നത്? വാപ്പ കാണും അല്ലേ? വാപ്പ കണ്ടിട്ട് പറയും, നല്ല പെണ്ണാണ്, നീ കെട്ടണ്ട, ഞാൻ കെട്ടിക്കോളാം, നീ വേറെ നോക്കിക്കോ. വാപ്പാക്ക് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കാണൽ ഹറാമാണ്. മകൻ പെണ്ണ് കെട്ടുന്നതിന് മുമ്പ് ആ പെണ്ണിനെ കാണൽ ഹറാമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണിത്. ഇന്നത്തെ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ കൂട്ടുകാരും ഒന്നിച്ചുകൊണ്ട് കാറിൽ 3ഉം 4ഉം കാറിൽ വണ്ടി വിളിച്ചുകൊണ്ട് പോകുന്നു. ആ പെണ്ണിന്റെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നതിൽ ഏറ്റവും ഒന്നാമത്തത് ചെലവ് കൂട്ടുകയാണ്. 2-3 കാറുകൾ, അതിൽ തന്നെ ചെല്ലുന്നതോ കൂട്ടുകാരാണ്. കൂട്ടുകാരൊന്നിച്ചുകൊണ്ട് പോയിരുന്നു കൊണ്ട് കാണുന്നത് ആരെയാണ്? അവൻ സ്വന്തമാക്കാൻ പോകുന്ന പെണ്ണിനെയാണ്, പെൺകൊടിയെയാണ്. കൂട്ടുകാർ കണ്ട് ഇഷ്ടപ്പെട്ടാലോ ഒക്കെ. ഇത് തെറ്റാണ്, തികച്ചും തെറ്റാണ്. മാറ്റിയെടുക്കണം നമ്മൾ. അള്ളാഹു തുണയ്ക്കുമാറാവട്ടെ. ആ രീതിയിലുള്ള ഒരു ബന്ധപ്പെടലിലേക്ക് തുടക്കം തന്നെ ഹറാം കലർന്ന രീതിയിലുള്ള ഒരു സുന്നത്തായ അമലാണ് അത്രേ നമുക്കറിയാം നിക്കാഹ് എന്ന് പറയുന്നത്. വിവാഹബന്ധം പറയുന്നത് ഒരു സുന്നത്തായ അമലാണ്. പ്രവാചകൻ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ചര്യയാണ്. ആ സുന്നത്തായ അമൽ നമ്മൾ തുടങ്ങുന്നത് തന്നെ ഹറാമായ പ്രവർത്തനത്തിലൂടെയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല. അറിയുമോ നിങ്ങൾക്ക്? മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി ഉരീദു അൻ ഉൻകിഹ ഇംറഅത,
ഞാൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇന്നി ഉരീദു നിക്കാഹ്. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ഹൽ റഅയ്തഹാ മുഗീറ, നീ ആ പെണ്ണിനെ കണ്ടിട്ടുണ്ടോ? പെണ്ണ് കാണാൻ പോയോ? മുഗീറ പറഞ്ഞു, ഇല്ല, ഞാൻ പെണ്ണ് കാണാൻ ഉദ്ദേശിച്ചിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. പ്രവാചകൻ പറഞ്ഞു, എങ്കിൽ നീ പെണ്ണിനെ പോയി എവിടെയുള്ള വീട്ടിൽ പോയി കാണണം. فإن فيكما مودة ورحمة. നീ വീട്ടിൽ പോയി പെണ്ണ് കാണുന്നതിലൂടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ വല്ലാത്ത താല്പര്യവും സ്നേഹവും മമതയും കൈവരുന്നതാണ്. രണ്ടുപേരും പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട്, അഥവാ പെണ്ണ് കാണൽ ചടങ്ങലിലൂടെ രണ്ടുപേരും പരസ്പരം അവരുടെ കുറവുകൾ തിരിച്ചറിഞ്ഞു. രണ്ടുപേരും കാണുന്നതിലൂടെ അവർക്ക് പരസ്പരം സ്നേഹം ബന്ധപ്പെടാൻ സാധിക്കുന്നതാണ്. ഉള്ളിലൊരു സ്നേഹം. ഫഇന്ന ഫീകുമാ മവദ്ദതൻ വറഹ്മ. നിങ്ങളുടെ ഇടയിൽ പരസ്പരം സ്നേഹവും പരസ്പരം ഐക്യവും പരസ്പരം സഹവർത്തിത്വവും കടന്നു വരുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഗീറത്ത് ബിൻ ശുഅബ ആ പെണ്ണിനെ പോയി കണ്ടു, വിവാഹം കഴിച്ചു. ആ പെണ്ണിനെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പ്രായാധിക്യം വന്നപ്പോൾ അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞവത്രേ, ചരിത്രം കുറിച്ചു വെക്കുന്നു, ഞാൻ ജാഹിലിയ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് 70-ൽ ചില്ലുവാനും പെണ്ണുങ്ങളെ വിവാഹം കഴിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കാർക്കും എന്നോട് ഇത്തരത്തിലുള്ള ഒരു സ്നേഹം ഞാൻ കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് പോയി കണ്ടുകൊണ്ട് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ പെണ്ണിന് എന്നോടുള്ള സ്നേഹത്തെക്കാൾ ഒരു തുള്ളി സ്നേഹം പോലും മറ്റുള്ളവരിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ, എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം, നമ്മുടെ കാണലും നമ്മുടെ പ്രവർത്തനവുമെല്ലാം നല്ല രീതിയിലായിരിക്കണം, ഇസ്ലാമികമായിരിക്കണം. പെണ്ണ് കാണാൻ പോകുമ്പോൾ അത് ലോകത്തുള്ള മുഴുവനെയും പേരെ കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരവസ്ഥ, ഒരു ദുരവസ്ഥ മുഅ്മിനീങ്ങൾക്ക് വരാൻ പാടില്ല. കല്യാണത്തിന്റെ പേര് വരുമ്പോൾ, നിക്കാഹിന്റെ വേദികൾ വരുമ്പോൾ പേക്കൂത്തുകൾ അരങ്ങ് നിലങ്ങുന്ന കാലഘട്ടമാണിത്. എത്രയെത്ര പേക്കൂത്തുകളാണ് ഈ കാലഘട്ടത്തിൽ ആലപ്പുഴ ജില്ലയിൽ തന്നെ വിവിധ പ്രദേശങ്ങളിൽ അരങ്ങേറുന്നത്. മൈലാഞ്ചി കല്യാണം, രാത്രി കല്യാണം, ഇതാരാണ് കണ്ടുപിടിച്ചത്? എന്നിട്ടത് വീഡിയോ പിടിക്കുവാൻ വേണ്ടി പുരുഷന്മാരെ പിടിക്കുന്നതൊക്കെ സ്ത്രീകളെ പിടിക്കുന്നു. അതിനുവേണ്ടി ഇരുന്നു കൊടുക്കുന്ന പെണ്ണുങ്ങളെ, നിങ്ങൾക്ക് നാണമില്ലേ, മാനമില്ലേ എന്ന് ചോദിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. എന്തേ കാരണം? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽ വളരെ വ്യക്തമായി എണ്ണിയതാണ്, പെണ്ണുങ്ങൾക്ക് ലജ്ജ എന്ന് പറയുന്ന സംഭവം നശിക്കുമെന്ന്. ലജ്ജ എന്ന് പറയുന്നത് അവളുടെ ഹൃദയത്തിൽ നിന്ന്, അവളുടെ ശരീരത്തിൽ നിന്ന്, ആത്മാവിൽ നിന്ന് എടുത്തു കളയപ്പെടുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനായ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, കല്യാണത്തിൻ്റെ ദിവസം രാത്രിയിൽ നടക്കുന്ന അരങ്ങേറുകൾ, പേക്കൂത്തുകൾ എത്രമാത്രം മോശമാണ്. വെള്ളമടിയിൽ ചെയ്യുന്നു, അത് പുതിയാപ്പിളയും കൂടി കൂട്ടുന്നു. പുതിയാപ്പിളയും വെള്ളമടിക്കുന്നു, അവൻ്റെ കൂട്ടുകാരും വെള്ളമടിക്കുന്നു, ഒന്നടങ്കം വെള്ളമടിക്കുന്നു. ഈ കഴിഞ്ഞ ഓണത്തിന് 27.5 കോടിയാണ് കേരളത്തിലെ ജനങ്ങൾ കുടിച്ചു തീർത്തത്. നഊദു ബില്ലാ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതിലെത്രയോ ഭൂരിപക്ഷ പ്രദേശങ്ങൾ, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളുണ്ട് എന്ന് ഞാൻ പറയുന്നു. കണക്കുകൾ വളരെ വ്യക്തമാണ്. ആലപ്പുഴ ജില്ലയുടെ വിവിധ പ്രാന്തപ്രദേശങ്ങളിൽ പലരും മദ്യത്തിനടിമപ്പെട്ടുകൊണ്ട് പാവപ്പെട്ട പെൺകുട്ടികളെ ബുദ്ധിമുട്ടിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന എത്രയെത്ര സംഭവങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ, ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടറിയുന്നു. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഓണസൽക്കാരത്തിലേക്കും ഈ ന്യൂ ഇയർ പാർട്ടിയിലുമെല്ലാം പോയി പിഞ്ചു ബാലന്മാർ സഹിതം കൊച്ചുകുട്ടികൾ വരും, 10 വയസ്സുള്ള 12 വയസ്സുള്ള പിഞ്ചോമന ആൺമക്കളെ സഹിതം വെള്ളമടിക്കാൻ അവരെ പ്രേരിപ്പിച്ച വസ്തു എന്താണ്? സകല പാർട്ടികളും കല്യാണ പാർട്ടിയിലുമെല്ലാം മദ്യം വിളമ്പുന്ന ഒരു ശീലം മുഅ്മിനീങ്ങൾ ഉടലെടുത്തിരിക്കുന്നു. ആ രീതിയിലേക്ക് വീട്ടിലുള്ള സർവരും മാറിയിരിക്കുന്നു. രാത്രി കല്യാണം എന്ന പേരിൽ സ്ത്രീകൾ റോന്തു ചുറ്റുകയാണ് നാടിലൂടെ. മറുഭാഗത്ത് സ്ത്രീകളുകാരും പറയുമ്പോൾ വല്ലാത്ത കഷ്ടമാണ്, ദുരവസ്ഥയാണുള്ളത്. കാരണം കല്യാണത്തിന്റെ പേരിൽ ഒരാഴ്ച മുമ്പല്ല, 2-3 മാസം മുമ്പേ തയ്യാറെടുക്കുകയാണ്. അതിൻ്റെ ആഭരണത്തിന്റെ കളക്ഷന് വേണ്ടി സകല ഗോഡൌണുകളും കയറുന്നു, സകല ജ്വല്ലറികളും കയറുന്നു. രാവിലെ പ്രഭാതത്തിൽ കട തുറക്കുന്നതിന് മുമ്പ് തന്നെ ജ്വല്ലറിയുടെ മുമ്പിൽ സ്ഥാനം പിടിക്കുന്നു വ്യക്തികൾ. കുടുംബത്തിലെ ഒരു കുടുംബിനികൾ ഒന്നായിട്ട് ഒരു 10-35 പേര് എന്തിന്? ഒരു പെൺകുട്ടിക്ക് സെലക്ഷൻ എടുക്കാൻ പർച്ചേസ് ചെയ്യാൻ പോവുകയാണ് സ്വർണത്തിൻ്റെ.
എന്നിട്ട് 10 മണിക്ക് കട തുറക്കുന്നു. കട തുറക്കുന്ന ആളെത്തുന്നതിന് മുമ്പേ തന്നെ അതിൻ്റെ താക്കോലുമായിട്ട് നിൽക്കുന്നത് പോലെ അവിടെ ചെന്ന് കാത്തുകെട്ടി നിൽക്കുകയാണ്. തുറക്കുമ്പോൾ തന്നെ ഇതിലേക്ക് ചാടിക്കയറുന്നു. രാവിലെ പ്രഭാതത്തിൽ 10 മണി മുതൽ അവിടെ തന്നെ അവളുടെ ആഹാരം, ബ്രേക്ക്ഫാസ്റ്റ് മുതൽ അവളുടെ ഉച്ചയ്ക്കുള്ള ഡിന്നറും രാത്രിയിലുള്ള ഭക്ഷണങ്ങളും സർവ്വതും സപ്പറും സഹിതം അവിടെ തന്നെ കഴിച്ചുകൂട്ടുന്ന, കടയടയ്ക്കുന്നത് വരെ അവൾ പർച്ചേസാണ്. ഇതിനിടയ്ക്കുള്ള അവളുടെ ദുഹർ നമസ്കാരം എവിടെ, അവളുടെ അസർ നമസ്കാരം എവിടെ? എത്രയെത്ര കുടുംബങ്ങളാണ് ഈ രീതിയിൽ നമസ്കാരങ്ങൾ മുഴുവനും കല്യാണത്തിന്റെ പേരുകൾ പറഞ്ഞുകൊണ്ട് 2 മാസം മുമ്പേ തന്നെ തുടങ്ങി വെച്ചിരിക്കുന്നു. അഭാസകരമായ ധൂർത്തുപരമായ രീതിയിലുള്ള ആർഭാടങ്ങൾ. മുഅ്മിനായ മനുഷ്യ, അതെത്ര പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങളൊന്ന് മാറ്റിവെച്ചിരുന്നെങ്കിൽ അതിൽ കൂടി നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം വർണ്ണനാതീതമാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരങ്ങൾ ഖളാ ആക്കുന്നു. രാത്രിയിൽ, കല്യാണത്തിന്റെ തലേ രാത്രിയിൽ ആ വീട്ടിലുള്ളവർ തന്നെ വളരെ ചുരുക്കം പേരാണ് പുരുഷന്മാരിൽ ജമാഅത്തായി പോകുന്നത്. എത്രയെത്ര പുരുഷന്മാരാണ് പുതിയാപ്പിളമാർ രാവിലെ സുബഹിക്ക് കല്യാണത്തിന്റെ രാവിലെ പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുത്തിട്ടുള്ളത്? പിന്നെങ്ങനെയാ നിങ്ങളുടെ കുടുംബത്തിൽ ബറക്കത്തുണ്ടാകുക? നിങ്ങളുടെ കുടുംബം ശൈഥില്യം സംഭവിച്ചില്ലെങ്കിൽ, നിങ്ങളുടെ കുടുംബം തകർന്നടിഞ്ഞില്ലെങ്കിൽ, മഹല്ലുകൾ തോറും കയറിയിറങ്ങിക്കൊണ്ട് വട്ടപ്പള്ളി ജമാഅത്തിലും മസ്താംപള്ളിയുടെ കോമ്പൗണ്ടിലും കെട്ടിക്കിടക്കുന്ന എത്രയെത്ര കേസുകളാണുള്ളത്. എങ്ങനെയാ നിങ്ങളുടെ കുടുംബങ്ങൾ ശിഥിലീകരിക്കപ്പെടാതിരിക്കുന്നത്? പടച്ചറപ്പിനെ പറന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതം മുഴുവൻ നിങ്ങൾ പടയപ്പെടുത്തിയില്ലയോ? അല്ലാഹുവിനെയും അവന്റെ റസൂലും പറഞ്ഞ മുഴുവൻ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയല്ലയോ നിങ്ങൾ ജീവിച്ചത്? അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വലിയ വിപത്തിൽ നിന്നാണ് മനുഷ്യൻ പെട്ടിരിക്കുന്നത്. മാനവ സമൂഹത്തെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ ഒരൊറ്റ വ്യക്തിക്കേ കഴിയൂ, ഒരാൾക്കേ കഴിയൂ. അത് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. അതുകൊണ്ടാണ് തിരുമൊഴികളിലെ കുടുംബ ബന്ധം എന്ന വിഷയം അവിടെ ഇട്ടത്. പ്രവാചകന്റെ മൊഴികളിലൂടെ പ്രവാചകനിലേക്കൊരു മടക്കം, അള്ളാഹുവിന്റെ റസൂലിലേക്കൊരു മടക്കം, അവിടുത്തെ വചനങ്ങളിലേക്കൊരു ഉത്കണ്ഠ. ആ പ്രവാചകന്റെ വാചകങ്ങളിലൂടെ, ആ പ്രവാചകന്റെ അധരങ്ങളിൽ നിന്നും ഒഴിയുന്ന മൊഴിമുത്തുകളിലൂടെ ഒരു തിരിച്ചുപോക്ക് മുഅ്മിനീങ്ങളായ മനുഷ്യർക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. ഫമിൻ സുന്നതി അന്നിക്കാഹ്, എന്റെ ചര്യയിൽപ്പെട്ടതാണ് നിക്കാഹ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിക്കാഹാണ്, പ്രവാചകന്റെ ഒരു സുന്നത്തായ അമലാണ് നമ്മൾ മാറ്റിമറിക്കുന്നത്. പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഓഡിറ്റോറിയങ്ങളിൽ നമ്മൾ നിക്കാഹ് നടത്തുന്നുണ്ട്. പക്ഷേ തൊട്ടടുത്ത് പള്ളി കിടക്കുന്ന ആ പള്ളിയിൽ വെച്ച് നിക്കാഹ് എന്തുകൊണ്ട് നടത്തിക്കൂടാ? തൊട്ടടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ എത്രയോ കല്യാണം തന്നെ മസ്താംപള്ളിയുടെ തൊട്ടടുത്ത് ഓഡിറ്റോറിയത്തിൽ നടക്കുന്നു. അതിന് പള്ളിയിൽ വെച്ച് നടത്താൻ പലർക്കും വളരെ ബുദ്ധിമുട്ട്. അത് ഉസ്താദ്മാർ പറയുമ്പോൾ വലിയ പ്രയാസം. എന്താ നിങ്ങൾക്ക്? പ്രവാചകൻ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നിക്കാഹിന്റെ സകല മസ്അലകളും സകല രീതികളും അത് വേണ്ടുന്ന പ്രവർത്തനങ്ങളും ആ രീതിയിൽ സുന്നത്തുകൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ മുഅ്മിനായ മനുഷ്യ നിന്റെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും. അല്ലാതെ കല്യാണത്തിന്റെ രാവിലെ അന്ന് ഭാര്യയും ഭർത്താവിനെയും കൂടിക്കൂട്ടി വധുവരന്മാരെയും ഒരുമിച്ച് കൂട്ടി രഥത്തിലേറ്റിക്കൊണ്ട് അല്ലെങ്കിൽ കഴുതപ്പുറത്തേറ്റുന്നത് പോലെ കുതിരപ്പുറത്ത് കൊണ്ടുപോയി നടക്കുന്ന ഒരു സമ്പ്രദായ മുഅ്മിനായ മനുഷ്യ നിനക്ക് ചേർന്നതല്ല, നിനക്ക് ഭൂഷണമല്ല, ഇസ്ലാമിന് അന്യമാണ് നിന്റെ പ്രവർത്തനം. എന്നിട്ട് പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ നീ വെച്ച് കിട്ടുന്നുണ്ടെങ്കിൽ തീർത്തും അബദ്ധമാണ്, അബദ്ധജടിലമായ വാദമാണ്, ജൽപ്പനമാണ് നീ ഉന്നയിക്കുന്നത്. ആലിമീങ്ങൾ അതിനെ തികച്ചും എതിർക്കുക തന്നെ ചെയ്യും. ആലിമീങ്ങൾ എതിർക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുഴുവനും ഇസ്ലാമികമായ രീതിയിൽ വരുന്നത് വരെ, ആ രീതിയിൽ വർത്തിക്കുന്നത് വരെ നിങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവുകയില്ല. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ ചെറുപ്പക്കാർ തൗബ ചെയ്തു മടങ്ങിക്കൊള്ളട്ടെ. നിങ്ങളുടെ ജീവിതം അത്തരത്തിൽ വന്നതായിരുന്നെങ്കിൽ ഇനി കഴിക്കാനുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ശ്രദ്ധിച്ചു കൊള്ളട്ടെ. നിങ്ങളുടെ ജീവിതം ഒരു മാറ്റത്തിന് തിരികൊളുത്താൻ വേണ്ടി, അതുകൊണ്ടാണ് VP ബോയ്സ് ഇവിടെ വളരെ കർമ്മോത്സുകരായ പ്രവർത്തകർ ഒരു മാറ്റത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. പാവപ്പെട്ട സാധുജര യുവതികളെ കെട്ടിച്ചയക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബക്കറ്റ് കളക്ഷൻ തുടങ്ങിക്കോ. അതിനെല്ലാവരും സംഭാവന ചെയ്യണം. കാരണം ഈ വിഷയവുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടതാണ്. പാവപ്പെട്ട സാധുക്കളായ പെൺകുട്ടികളെ കെട്ടിച്ചയക്കുന്നതിന് വേണ്ടി അൽഹംദുലില്ലാ കർമ്മോത്സുകരായ പ്രവർത്തകർ ഇവിടെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. എല്ലാവരും അതിന് നമ്മളാൽ കഴിയുന്ന രീതിയിൽ നല്ല സംഭാവന നൽകുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളുടെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു സഫലീകരിക്കുമാറാവട്ടെ.
നമ്മളുടെ രോഗങ്ങളൊക്കെ അല്ലാഹു തആല പൂർണ്ണ ശമനം നൽകുമാറാവട്ടെ. പല ജാതി രോഗങ്ങൾ കൊണ്ട് അടിമപ്പെടുന്നവരുണ്ട്. ക്യാൻസർ പോലെയുള്ള സംബന്ധമായ, വാൾവ് സംബന്ധമായ, അസ്ഥി തേയ്മാനം സംബന്ധമായ പലവിധ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന എത്രയോ സഹോദരീ സഹോദരന്മാരുണ്ട്. അല്ലാഹു തആല അവർക്കെല്ലാവർക്കും പൂർണ്ണ ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കല്യാണത്തിൻ്റെ പേരിൽ നടക്കുന്ന പേക്കൂത്തുകൾ എത്രത്തോളം വലുതാണ്. കല്യാണത്തിൻ്റെ ദിവസം ആർഭാടമായി ധൂർത്തായി നടത്തുന്നു. പണമുള്ളവൻ പേക്കൂത്തുകൾ തുടങ്ങുന്നു. കല്യാണമതു നടമാടുവാനൊരു വേദിയാ. സ്ത്രീ പുരുഷരെല്ലാം നോക്കണേ സമ്മിശ്രമ. നിരോധനം ആർക്കുണ്ട്, എല്ലാം തുല്യമാ. സദ്യയ്ക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ. വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്. നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട്. വെറുംചോറ് കറിയും പ്രഥമനും കിഴക്കോട്ട്. പോകേണ്ടതാ കൈ കഴുകുവാൻ താഴോട്ട്. ആർക്കെവിടെയും കടക്കാം, രസിക്കാം, നോക്കാം. സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കാം. ഈ കാലഘട്ടത്തിലെ വിപത്തിനെ കുറിച്ച് തഴവാ ഉസ്താദ്, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ ജീവിതം സന്തോഷത്തിലാകട്ടെ, അദ്ദേഹം പ്രത്യേകമായി എടുത്തു പറഞ്ഞ ഭാഗങ്ങളാണ്. ഈ കാലഘട്ടത്തിലെ വിപത്തിനെ കുറിച്ച്, ആർഭാടകരമായ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞതാണ്. മോശമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട്, വളരെ ധൂർത്തും ദുർവയവും അമിതവയവും നടത്തിക്കൊണ്ട് മുഅ്മിനീങ്ങളായ വ്യക്തികൾ അതിന് ചുക്കാൻ പിടിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ, അവരുടെ ദുർവിധത്തിൽ ബറക്കത്തുണ്ടാകുകയില്ല എന്നുള്ളതിനെ വളരെ വ്യക്തമായ തെളിവുദ്ധരിച്ചുകൊണ്ട് മഹാനവറുകൾ പറയുന്നു. അതുകൊണ്ടൊരു മടക്കത്തിന് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ തയ്യാറാവണം. സമയത്തിൻ്റെ പരിമിതി മുതൽ അടുത്ത വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നു. ഭർത്താവും ഭാര്യയും പരസ്പരം കടമകൾ ധാരാളമുണ്ട്. ഒരു ഭർത്താവിന് ഭാര്യയോടും ഭാര്യയ്ക്ക് ഭർത്താവിനോടും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ട് ധാരാളം കടപ്പാടുകൾ. പലപ്പോഴും ഭർത്താക്കന്മാർ ധരിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് അവരോട് പ്രത്യേകിച്ച് കടപ്പാടൊന്നുമില്ല, ഭാര്യമാർക്കാണ് ഇങ്ങോട്ട് കടപ്പാടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് ആദ്യമായിട്ട് ഞാൻ പിടികൂടുന്നത് ഭർത്താക്കന്മാരെയാണ്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് സ്ത്രീകൾ വരും. എല്ലാവർക്കും സന്തോഷം അയച്ചിരിക്കുന്നു. ഒന്നാമതായി ഭാര്യയെ മെയിനായിട്ട് ഓരോ പുരുഷന്മാരും ശ്രദ്ധിക്കേണ്ടത് അവരെ പീഡിപ്പിക്കുകയോ മർദ്ദിക്കുകയോ അവരെ ബലാത്കാരമായി പീഡിപ്പിക്കുകയോ പാടില്ല. അവരെ അടിക്കാൻ പോലും പാടില്ല. വിശുദ്ധ ഇസ്ലാം അതിന് ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. അടിക്കുന്നതിനും ശകാരിക്കുന്നതിനുമെല്ലാം. മർദ്ദിക്കുന്നതിനെ കള്ളുകുടിച്ചുകൊണ്ട് കയറി വരുന്ന ഭർത്താവ് പെൺകുട്ടിയുടെ തലമുടിയിൽ പിടിച്ചുകൊണ്ട് ചുറ്റിക്കൊണ്ട് വാതിലിൽ കൊണ്ടുപോയി ഇടിക്കുന്നു, ഭിത്തിയിലിടിക്കുന്നു. മുഖത്ത് നിന്ന് ചോരയൊലിച്ചുകൊണ്ട് നിൽക്കുന്ന പെണ്ണിന്റെ രൂപങ്ങൾ എത്രയെത്ര ഫോട്ടോകളിൽ വന്നു, പത്രമാധ്യമങ്ങളിൽ വന്നു. ഈ രീതിയിൽ മുസ്ലിമീങ്ങളായ വ്യക്തികൾ അധപതിക്കാതിരിക്കാൻ വേണ്ടി പറയുകയാ. എന്തിനാ സാധാരണ ഭാര്യമാരെ വർദ്ധിക്കാറുള്ളത്? എന്തിനാണ്? ഉപ്പ് കൂടിപ്പോയി അല്ലേ? ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പ്രഷർ കൂടും. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ദേഷ്യം കൂടും. ദേഷ്യം കൂടി കഴിഞ്ഞാൽ പിന്നെ അടിയല്ലേ ഉണ്ടാകുക. ഉപ്പ് കൂടിപ്പോയി, കറിക്ക് ഉപ്പ് കൂടിപ്പോയി, ഇല്ലെങ്കിൽ ഉപ്പ് കുറഞ്ഞു പോയി, ഇല്ലെങ്കിൽ അലക്കിയപ്പോഴത്തേക്കും ഒരു ദിവസം രാവിലെ കല്യാണത്തിന് പോകാൻ വേണ്ടി ഡ്രസ്സ് എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ ഡ്രസ്സ് എടുത്ത് കൊടുത്തു. ആ ഷർട്ട് ഇങ്ങനെ നിവർത്തി നോക്കിയപ്പോഴത്തേക്കും ഇന്ത്യ രാജ്യത്തിൻ്റെ ഭൂപടം. പിന്നെ തിരിച്ചിങ്ങനെ വെച്ച് നോക്കിയപ്പോൾ കേരളം, തിരിച്ചിങ്ങനെ വെച്ചപ്പോഴത്തേക്കും ആലപ്പുഴ. ഇതെന്താ ഇതെന്ന് ചോദിച്ചപ്പോൾ പറയാം ഉജാല മുക്കിയതാണ്. ഉജാല മുക്കിയപ്പോഴത്തേക്കും പറ്റിയതാണ്. ഈ രീതിയിൽ ഉള്ള സംഭവത്തിന് വേണ്ടി അടിക്കുക. സാധാരണ രീതിയിൽ വീട്ടിലുണ്ടാകുന്ന അടികൾ ഇതിനൊക്കെയാണല്ലോ. ചെറിയ നിസാര വിഷയങ്ങൾക്ക് വേണ്ടി ഭാര്യയെ വഴക്ക് പറയുക, ചീത്ത വിളിക്കുക, അവളുടെ ഉപ്പയെയും അവളുടെ ഉമ്മയെയും മോശമായ രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയുന്നു, കുത്തുവാക്കുകൾ പറയുക. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ ഓരോരുത്തരും ചെറുപ്പക്കാരും ശ്രദ്ധിക്കട്ടെ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അധ്യാപനം ഓരോ വ്യക്തികളുടെയും ഹൃദയത്തിൽ പതിയട്ടെ. അറിയുമോ നിങ്ങൾക്ക് ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ അടിക്കാൻ പാടില്ല എന്നായിരുന്നു. തീർത്തും അടിക്കാൻ പാടില്ല, മർദ്ദിക്കാനും പാടില്ല, അവളെ ചീത്ത വിളിക്കാനും പാടില്ല, അവളൊന്ന് കണ്ണുരുട്ടി നോക്കാൻ പോലും പാടില്ല. ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ കാലഘട്ടത്തിൽ പ്രഥമമായ ഇസ്ലാമിൻ്റെ കാലഘട്ടമാണത്.
ജനങ്ങൾ മുഴുവനും വല്ലാതെ ബുദ്ധിമുട്ടി. എന്തേ കാരണം? സ്ത്രീകൾ വളരെ വൈലന്റ് ആകുന്നു. അവരോടൊരു കാര്യം പറഞ്ഞാൽ അനുസരിക്കുന്നില്ല. അവരെടുത്തു ചാടുകയാണ്. പല കാര്യങ്ങൾക്കും എടുത്തു ചാടുകയാണ്. ഒരു കാര്യങ്ങളും അവർ സ്വീകരിക്കുന്നില്ല. എന്ത് പറഞ്ഞിട്ടും അവർ കേൾക്കുന്നില്ല, വായിക്കൊള്ളുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ജനങ്ങൾ മുഴുവനും തടിച്ചുകൂടി. എല്ലാവരും കൂടി അവരുടെ ലീഡറായിട്ട് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ചുമതലപ്പെടുത്തുകയാണ്. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഉമർ ബിനുൽ ഖത്താബേ, ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, ഞങ്ങൾക്കൊരു ഉദ്ദേശമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സവിധത്തിൽ നിങ്ങൾ ചെന്നുകൊണ്ട് ചോദിച്ച പല കാര്യങ്ങൾക്കും അള്ളാഹുവിൻ്റെ റസൂൽ വിശുദ്ധമായ ഖുർആനിൻ്റെ വാക്യമിറക്കിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ ചെന്നുകൊണ്ട് സ്ത്രീകൾ ഞങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, പ്രയാസപ്പെടുത്തുന്നുണ്ട്, അവർ വല്ലാതെ ഞങ്ങളെ തെറി വിളിക്കുന്നുണ്ട്, ശകാരിക്കുന്നുണ്ട്, പല രീതിയിൽ പിണങ്ങി നിൽക്കുന്നുണ്ട്. അവരെ ഒന്നടിക്കാനുള്ള ഒരു ഓർഡർ വാങ്ങിക്കൊണ്ട് ഉമർ ബിനുൽ ഖത്താബേ, നിങ്ങൾ തിരിച്ചു വരണമെന്ന് പറഞ്ഞപ്പോൾ ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾക്കും അത് വളരെ ആവശ്യമായിരുന്നു. ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾക്ക് ജനങ്ങൾ പറയാൻ കാത്തിരിക്കുക, കാരണം അദ്ദേഹത്തിനും വളരെ ആവശ്യമായിരിക്കുന്ന സമയമായിരുന്നു അത്. സ്ത്രീകൾക്കൊരു അടി കൊടുക്കണമെന്ന് കരുതി വളരെ ആഗ്രഹിച്ചിരിക്കുന്ന ടൈമാണ് അത്. അദ്ദേഹം ജനങ്ങളോട് ഒന്നായിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓർഡറുമായി ഞാൻ ഉടനെ വരും. അതിന് മുമ്പായിട്ട് തന്നെ വന്നതിന് ശേഷം പിന്നെ വടിയൊന്നും തപ്പാനായിട്ട് നിൽക്കരുത്. ഇപ്പം തന്നെ വടിയൊക്കെ ഒന്ന് തയ്യാറായിട്ട് ഒരു നല്ല ചൂരലൊക്കെ ഒപ്പിച്ച് എല്ലാവരും കാത്തിരുന്നു. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് ചെന്നു. അള്ളാഹുവിൻ്റെ റസൂല് പതിവില്ലാതെ ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾ ആ സമയത്ത് വന്നപ്പോൾ കണ്ടപ്പോൾ, എന്ത് പറ്റി ഉമറേ എന്ന് പണ്ട് ചോദിച്ചു. എന്താണ് നീ വന്നതിൻ്റെ ഉദ്ദേശം, നീ വന്നതിൻ്റെ ലക്ഷ്യം എന്താണ് ഉമറേ എന്ന് ചോദിച്ചപ്പോൾ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂലേ, ഞാൻ വന്നത് ഒരാളാണെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ വ്യക്തിയായിട്ടാണ് ഞാൻ വന്നത്. ഒരു കൂട്ടം ആൾക്കാർ എൻ്റെ പിന്നിലുണ്ട്, ഒരു കൂട്ടം ആൾക്കാർക്ക് എന്നോട് ഏൽപ്പിച്ച ഒരു ദൗത്യവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ റസൂല് ചോദിച്ചെന്താണ് പ്രശ്നം? ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളെ വല്ലാതെ ചീത്ത വിളിക്കുന്നുണ്ട്, ഞങ്ങളെ ശകാരിക്കുന്നുണ്ട്, ഞങ്ങൾ പറഞ്ഞത് പലതും അനുസരിക്കാതിരിക്കുന്നുണ്ട്. അവരെ ഒന്നടിക്കാനുള്ള ഒരു ഓർഡർ ഞങ്ങൾക്ക് നൽകണം ഹബീബേ എന്ന് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, പാടില്ല ഉമറേ, പാടില്ല ഉമറേ, നിങ്ങൾ ശകാരിക്കരുത്, നിന്റെ ഭാര്യയെ ബുദ്ധിമുട്ടിക്കരുത്, നിങ്ങളുടെ ഭാര്യമാരെ ആരെയും തന്നെ മർദ്ദിക്കരുത്, ദ്രോഹിക്കരുത്, അവരെ വിഷമിപ്പിക്കരുത്, ഒരു വാക്യം പോലും നിങ്ങൾ പറയരുത് ഉമറേ എന്ന് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് വിലക്കി മാറ്റി നിർത്തിയപ്പോ ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾ വാതിൽപ്പടിയിൽ നിന്ന് മാറുന്നില്ല, പോകുന്നില്ല. ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾ അവിടെ തന്നെ തമ്പടിച്ചു നിൽക്കുകയാ. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തുകൊണ്ട് ഉമറേ നീ പോകാത്തത് എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോ ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾ പറയുന്നു, ഞാൻ പോകില്ല. എന്തെങ്കിലും ഒരു തീരുമാനം അവിടുന്ന് പറഞ്ഞിട്ടല്ലാതെ, അടിക്കൊരു തീരുമാനമുണ്ടാക്കിയിട്ടല്ലാതെ ഞാൻ ഇവിടുന്ന് പോവുകയില്ല. ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾ അവിടെ തന്നെ നിന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്പനേരം കൂടി വെയിറ്റ് ചെയ്തു. അള്ളാഹുവിൻ്റെ റസൂൽ അവസാനമായി മനസ്സിലാക്കി, സ്ത്രീകളുടെ ശല്യം വല്ലാതെ മൂത്തിട്ടാണ്, അവരുടെ പ്രശ്നം വല്ലാതെ സങ്കീർണമായിട്ടാണ് ഇത്രത്തോളം ഉമർ ബിനുൽ ഖത്താബിനെ അവർ ജനങ്ങൾ അയക്കാൻ കാരണമെന്ന് മനസ്സിലാക്കിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, എന്നാൽ ഒരടി നിങ്ങൾ കൊടുക്കുക, അടി കൊടുക്കുക, അതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നബി ഇങ്ങനെ തിരിഞ്ഞപ്പോൾ ഉമർ ബിനുൽ ഖത്താബിനെ കാണുന്നില്ല. പുള്ളി മുങ്ങി. അടിയെന്ന് കേട്ടപ്പോഴത്തേക്ക് അടിക്കാനായിട്ട് ചാടി. ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾ വടിയുമായി കാത്തു നിൽക്കുന്ന സഹാബത്തിനോട് ഓടിച്ചെന്നുകൊണ്ട് പറഞ്ഞു, അടി സഹാബ, നിങ്ങൾ സർവ്വ ഭാര്യമാരെ പോയി അടിക്കുക, നിങ്ങൾക്കെതിരെ പ്രശ്നമുണ്ടാക്കിയ ഭാര്യമാരെ, ചീത്ത വിളിച്ച ഭാര്യമാരെ നിങ്ങൾ പോയി അടിക്കുക. ഇത് ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിലെ ഓർഡറാണെന്ന് മനസ്സിലാക്കണം. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ ഓർഡർ കിട്ടേണ്ട താമസം സഹാബത്ത് മുഴുവനും കുതിച്ചു പാഞ്ഞു. വീട്ടിലേക്ക് ചെന്നു, സർവ്വരെയും അടിച്ചു. എല്ലാവർക്കും അന്ന് നല്ല തല്ല് കിട്ടി. പിറ്റേ ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞു. ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾ പള്ളിയുടെ വെളിയിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഉമർ ബിനുൽ ഖത്താബും ഒക്കെ പള്ളിയുടെ വാതിക്കൽ ഇരിക്കുമ്പോൾ ഉണ്ട് സ്ത്രീകൾ ഇങ്ങനെ വന്നിട്ട്, നബിതങ്ങളെ തല അനക്കാൻ വയ്യ, ഊരനക്കാൻ വയ്യ, കാലനക്കാൻ വയ്യ, എന്ത് പണിയാണ് കാണിച്ചത്, അവിടെ നീര്, ഇവിടെ രക്തം കെട്ടിക്കിടക്കുന്നു, വല്ലാതെ അടിച്ചു. ഇന്നലെ ഭർത്താക്കന്മാർ വന്നുകൊണ്ട് പ്രവാചകൻ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ തന്നെ ചോദിച്ചു, ഐന ഉമർ ബിനുൽ ഖത്താബ്,
എവിടെ ഉമർ ഇബ്നുൽ ഖത്താബ്? എവിടെ? അല്ലാഹുവിന്റെ റസൂലിന്റെ വിളി കേൾക്കേണ്ട താമസം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്ത് പണിയാ ഉമറേ നീ കാണിച്ചത്? നീ ഈ രീതിയിൽ പ്രവർത്തിക്കാനല്ലല്ലോ ഞാൻ പറഞ്ഞത്, അടിക്കുന്നതിന് ചില നിബന്ധനകൾ കൊണ്ടല്ലോ ഉമറേ. ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞ, അടീന്ന് കേട്ടപ്പോൾ ഞാൻ ഓടി നബിയെ, പിന്നെ ഞാൻ നിബന്ധന ഒന്നും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ഓതിക്കൊടുക്കുകയാണ്, വല്ലാതി തഖാഫൂന നുശൂസഹുൻ. നിങ്ങളോട് സ്ത്രീകളിൽ നിന്ന് ആരെങ്കിലും അപമര്യാദയായി പെരുമാറിയാൽ, ആരെങ്കിലും പിണക്കം നടിച്ചുകൊണ്ട് മോശമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ, മോശമായ രീതിയിൽ നിങ്ങളോട് പെരുമാറിയാൽ, ഓ പുരുഷന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫഅദൂഹുൻ, അവരോട് ആദ്യമായിട്ട് നിങ്ങൾ സദുപദേശം നൽകണം. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നതായ ആയത്തുകളും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതായ ചര്യകൾ ഉൾപ്പെട്ടതായ ഹദീസുകളും അതിൻ്റെ ഉപോത്ബലകമായി വരുന്ന ചരിത്രങ്ങളും ഒക്കെ പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് നിങ്ങൾ സാന്ത്വനം നൽകണം, സദുപദേശം നൽകണം. സ്ത്രീകൾ പരാക്രമം കാണിച്ചാൽ, ചീത്ത വിളിച്ചു കൊണ്ടുവന്നാൽ അവർക്ക് ആദ്യം വേണ്ടത് എന്താ? അവരോട് ഉപദേശിക്കുക, നല്ല രീതിയിൽ ഉപദേശം നൽകുക. എന്നിട്ടോ ഉപദേശം കൊണ്ടൊന്നും യാതൊരു കാര്യമില്ല, ഉപദേശിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എങ്കിൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, രണ്ടാമത്തെ മാർഗം വഹ്ജുറൂഹുന്ന ഫിൽ മളാജിഅ, കിടപ്പറയിൽ നിന്ന്, ബെഡ്റൂമിൽ നിന്നവളെ ഒഴിവാക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഭർത്താക്കന്മാരായ ഓരോരുത്തരും വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്, വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്. ഓരോ വ്യക്തികളും ശ്രദ്ധിക്കട്ടെ. ഭാര്യമാരെ നേരെ കയറി അടിക്കുകയും ബന്ധവിച്ഛേദനം നടത്താനുമല്ല ആദ്യമായി വിശുദ്ധ ഇസ്ലാം പറഞ്ഞത്. മുത്തലാഖ് ചൊല്ലിയിട്ട് 3 തലാഖും ചൊല്ലി അവളെ പറഞ്ഞയക്കാൻ വേണ്ടിയല്ല വിശുദ്ധ ഇസ്ലാം പ്രേരിപ്പിച്ചത്. സ്ത്രീ സ്വാതന്ത്ര്യം ഇസ്ലാമിലില്ല എന്ന് പറഞ്ഞു ഉദ്ഘോഷിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർ കൂടി ശ്രദ്ധിക്കട്ടെ വിശുദ്ധ ഖുർആനിന്റെ ഈ അധ്യാപനം. വിശുദ്ധ ഖുർആനിൽ അധ്യാപനം വളരെ വ്യക്തമാണ്, സുവ്യക്തമാണ്. ആദ്യമായിട്ട് സ്ത്രീകൾക്ക് നൽകേണ്ടത് ഒരു പ്രശ്നമുണ്ടാക്കുമ്പോൾ അവർക്ക് സദുപദേശം നൽകണം. അവർക്ക് സദുപദേശം നൽകിയില്ല, വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനവും അവർ ചെവിക്കൊള്ളുന്നില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളും അതിന് ഉപോത്ബലകമായി വരുന്ന പണ്ഡിതന്മാരുടെ കൗലുകളും അക്വാലുകളും വാചകങ്ങളും ഒന്നും അവരുടെ ചെവിയിലേക്ക് കയറുന്നില്ല, ചരിത്രം പഠിക്കുന്നില്ല എങ്കിൽ രണ്ടാമതായി ചെയ്യേണ്ടത് വഹ്ജുറൂഹുന്ന ഫിൽ മളാജിഅ, കിടപ്പറയിൽ നിന്നവരെ അകറ്റണം, മാറ്റി നിർത്തണം. ബെഡ്റൂമിൽ നിന്ന് തൽക്കാലത്തേക്ക് അവരെ ഒന്ന് ഒഴിവാക്കി നിർത്തണം. എന്നിട്ടും പാഠം പഠിക്കുന്നില്ലെങ്കിലോ? എന്നിട്ടും ഒരു പാഠം പഠിക്കുന്നില്ല എങ്കിലെന്ത് ചെയ്യണം? വിശുദ്ധ ഖുർആൻ പറയുന്നു വളിരിബൂഹുൻ. മൂന്നാമത്തെ മാർഗം, നിങ്ങൾ അവരെ സ്ത്രീകളെ അടിക്കണം കേട്ടോ. അടിക്കുമ്പോൾ തന്നെ പറയുന്നു മുറിവ് പറ്റാത്ത രീതിയിലുള്ള അടിയായിരിക്കണം അടിക്കേണ്ടത്. വളരെ ശക്തിയായി അടിച്ച് രക്തം ചിന്തിക്കുകയല്ല വേണ്ടത്, ആരോഗ്യം കാണിക്കുകയല്ല സ്ത്രീകളുടെ പുറത്ത് നമ്മൾ ചെയ്യേണ്ടത്. മറിച്ച് വളരെ ശക്തമായ നിലയിൽ അല്ലാത്ത രീതിയിൽ, മുറിവ് വരാത്ത രീതിയിൽ ഒരു അടി കൊടുക്കണം അവൾ പറഞ്ഞാൽ അനുസരിക്കാത്തതിൻ്റെ പേരിൽ. എന്നിട്ടോ അവൾ അനുസരിക്കുന്നില്ല, അവൾ വീണ്ടും പാഠം പഠിക്കുന്നില്ല എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് ഫബഅസൂ ഹകമൻ മിൻ അഹ്ലിഹി വഹകമൻ മിൻ അഹ്ലിഹാ. ഫബഅസൂ ഹകമൻ മിൻ അഹ്ലിഹി, ആ പുരുഷന്റെ ഭർത്താവായ വ്യക്തിയുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെ അയക്കണം, നീതിമാനായ ഒരു വ്യക്തിയെ ചർച്ചയ്ക്ക് വേണ്ടി. വഹകമൻ മിൻ അഹ്ലിഹാ, ആ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ഒരു നീതിമാനായ വ്യക്തിയെ ചർച്ചയ്ക്ക് വേണ്ടി നിർത്തണം. എന്നിട്ടോ അവർ രണ്ടാളുകളും, ആ ചർച്ചയ്ക്ക് വേണ്ടി വന്ന രണ്ടാളുകളും, അവർ രണ്ടാളുകളും നീയത്ത് നന്നാക്കിയിട്ടുണ്ടെങ്കിൽ, അഥവാ പരസ്പരം ഒത്തൊരുമയോടുകൂടി, സ്നേഹത്തോടുകൂടി, ഐക്യത്തോടുകൂടി, സഹവർത്തിത്വത്തോടുകൂടി ഇനി കഴിയണം ഇവർ രണ്ടുപേരും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സ്ത്രീയുടെ പക്ഷത്ത് നിന്നും പുരുഷപക്ഷത്തു നിന്നും രണ്ടാളുകളും നീതിമാന്മാരായ വ്യക്തികൾ ഒരുമിച്ച് ചേർന്ന് ചർച്ചയ്ക്ക് വന്നിട്ടുള്ളതെങ്കിൽ യുവഫിഖില്ലാഹു ബൈനഹുമാ,
അവർ രണ്ടാളുടെയും ഇടയിൽ അല്ലാഹു തആല യോജിപ്പ് നൽകും, രജ്ഞിപ്പ് നൽകും. അവർക്കിടയിൽ പരസ്പരം യോജിപ്പിക്കും. അതിനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകുമത്രേ. പക്ഷെ അതിനുവേണ്ടി വരുന്ന രണ്ട് വ്യക്തികളുടെ നിയ്യത്ത് നന്നായിരിക്കണം. ചർച്ചയ്ക്ക് ഇരിക്കുന്നവർ ആദ്യം തന്നെ വരുന്നത് ഏത് രീതിക്കാ? ചർച്ച എങ്ങനെയെങ്കിലും അലസണം. അവനോട് ചോദിക്കണം, ഇന്ന് 10 എന്തെങ്കിലും അവൻ എൻ്റെ മകളെ ബുദ്ധിമുട്ടിച്ചത് എന്തിനു വേണ്ടിയാ? എൻ്റെ മകൾക്ക് കൊടുക്കാനുള്ള സ്ത്രീധനം ഇന്ന് തന്നെ പിടിച്ചു വാങ്ങണം. അവൾക്ക് കൊടുക്കാനുള്ള, അവൾ കൊടുത്തതായ സ്ത്രീധനമൊക്കെ പിടിച്ചു വാങ്ങി അവന് കൊടുക്കാനുള്ളത് തിരിച്ചു കൊടുത്ത് അവൻ അടിച്ചത് എന്താണെന്ന് ചോദിക്കണം ഇന്ന് തന്നെ. ഈ രീതിക്കുള്ള ദുശാഠ്യവുമായിട്ട് ആദ്യം തന്നെ നമ്മൾ കടന്നു വരുന്നത്. അങ്ങനെ ചർച്ചയ്ക്ക് വന്നതുകൊണ്ട് പരസ്പരം രജ്ഞിപ്പുണ്ടാവുകയില്ല, യോജിപ്പുണ്ടാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ 4 വഴികളും സ്വീകരിച്ചു, എന്നിട്ടും അവന് യാതൊരു പ്രശ്നവും ഒതുങ്ങുന്നില്ല എങ്കിൽ, ഈ വിഷയങ്ങളെല്ലാം അവൻ കഴിഞ്ഞെങ്കിൽ മാത്രമാണ് ത്വലാഖിലേക്ക് പോകുന്നത്. ഒന്നാമതായി ഉപദേശം കൊടുത്തു, രക്ഷയില്ല. രണ്ടാമതായി പെണ്ണിനെ അവളെ കടപ്പറയിൽ നിന്ന് മാറ്റിക്കൊടുത്തു, രക്ഷയില്ല. മൂന്നാമതായിട്ട് അവളെ അടിച്ചു നോക്കി, രക്ഷയില്ല. നാലാമതായിട്ട് ചർച്ച ചെയ്തു നോക്കി, അതും രക്ഷയില്ല എങ്കിൽ അഞ്ചാമത്തെ മാർഗമാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, വേണമെങ്കിൽ ത്വലാഖ്. അവിടെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, അബ്ഗളു ഇലല്ലാഹി അത്വലാഖ്. അല്ലാഹുവിന് ഏറ്റവും കോപമുള്ള സംഗതി എന്തെന്നറിയുമോ? അത് ത്വലാഖാണ്. ഭർത്താവ് ഭാര്യയെ വിട്ടുപിരിക്കലാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണം, നിങ്ങൾ എത്രയോ കടമ്പകൾ കഴിഞ്ഞതിന് ശേഷം ആ ത്വലാഖ് ആദ്യം തന്നെ ഫസ്റ്റിലെ മഹലിലേക്ക് കൊണ്ടുവന്ന് ലെറ്റർ തന്നിട്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾ തമ്മിൽ ഒഴിവാക്കണം എന്ന് പറയുകയല്ല വേണ്ടത്. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഏത് കുടുംബത്തിലാണ് ഇല്ലാത്തത്? ഏത് കുടുംബത്തിലും ഉണ്ടാവും ചെറിയ പ്രശ്നം. അറിയുമോ നിങ്ങൾക്ക്? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു വ്യക്തി വന്നുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പരാതി ബോധിപ്പിക്കാൻ വരികയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായിരിക്കുന്ന, അമീറുൽ മുഅ്മിനീനായിരിക്കുന്ന കാലഘട്ടമാണെന്ന് ഓർക്കണം. അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണ്? ഭാര്യ അദ്ദേഹത്തിനോട് ഒരു ചെറിയ വിഷയത്തിൽ പിണങ്ങി നിൽക്കുന്നു. ഭാര്യയുടെ വിഷയം ബോധിപ്പിക്കുവാനായി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ വീട്ടിൽ ഭാര്യ ശകാരിക്കുന്ന ഒച്ചയാണ് കേൾക്കുന്നത്. ഭാര്യയുടെ ഒച്ച അവിടെ കേൾക്കുന്നത്. അതോ വീട്ടിന്റെ വാതിക്കലോട്ട് എത്തിയപ്പോഴത്തേക്കും അവിടെ വലിയ പ്രശ്നം. അദ്ദേഹത്തിന്റെ ചെറിയ പ്രശ്നം എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാൻ വേണ്ടി ആരെടുത്ത് വന്നതാ? ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സവിധത്തിലെത്തിയപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ വീട്ടിൽ വല്ലാത്ത ശബ്ദം വെളിയുന്നത് കേൾക്കുക. ഇദ്ദേഹം ഉടനെ തന്നെ തിരിച്ചു പോകാൻ പോയി. ഇതെൻ്റെ വീട്ടിലേക്കുള്ളതിനേക്കാൾ അടച്ചവൻ ഇവിടെ നോക്കുമ്പോൾ ഇതൊന്നും അല്ലല്ലോ. അദ്ദേഹം ഉടനെ തന്നെ പതുക്കെ സ്റ്റാൻഡ് വിട്ടു. തിരിച്ചു പോകാൻ പോകുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വീടിൻ്റെ ഉമ്മറത്ത് ആരോട് ചെറിപ്പടി ശബ്ദം കേട്ടുകൊണ്ട് ഇറങ്ങി വന്നുകൊണ്ട് ചോദിച്ചു, ആരാണത്? ആ വ്യക്തി തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു, ഞാനാണ്. സഹാബിയായ വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ വരാനുള്ള കാരണം? ഞാൻ വരാനുള്ള കാരണം ഇവിടുത്തെ കാരണം വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ എന്നോട് ചെറിയ വിഷയത്തിൽ പിണങ്ങിയിരിക്കുന്നു. ആ പിണക്കം തീർക്കാനുള്ള ഒരു സൊല്യൂഷൻ ചോദിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അതിനേക്കാൾ വലിയ പ്രശ്നം നടക്കുവാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ മക്കളുടെ വസ്ത്രം അലക്കുന്നത് എൻ്റെ ഭാര്യയാണ്. എന്നാൽ നിന്റെ മക്കളെ ശുശ്രൂഷിക്കുകയും അവരെ പരിപാലിക്കുകയും ചെയ്യുന്നത് നിന്റെ ഭാര്യയാണോ? ഉമർ ഇബ്നുൽ ഖത്താബിന്റെ രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു, അതെ. എങ്കിൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, അല്പം ചീത്തയും അല്പം വഴക്കുമൊക്കെ നിങ്ങൾ കേട്ടുകൊള്ളുക. എങ്കിൽ നീ അത് അല്പം കേട്ടോ, അതിനകത്ത് യാതൊരു കാര്യമില്ല. സ്ത്രീകൾ ഇങ്ങനെ അലക്കുന്നതിനിടയ്ക്ക് അവർ ചിലപ്പോൾ ഭർത്താവിനെ കുറ്റം പറയുന്നുണ്ടാവും. അതുപോലെ സ്വഭാവ പ്രകൃതമാണ്. സ്ത്രീകളെന്ന് പറയുന്നത് വളഞ്ഞ വാരിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെ അത് നേരെയാക്കാൻ ഒറ്റയടിക്ക് ശരിയാവുകയില്ല. അതുകൊണ്ട് ആ വളവുള്ള വസ്തുവിനെ അല്പാൽപമായ ഉപദേശ നിർദ്ദേശങ്ങളിലൂടെ മാത്രമേ അവരുടെ സ്വഭാവം രൂപപ്പെടുത്തിയെടുക്കുവാൻ, നല്ല സ്വഭാവ മഹിമയിലേക്ക് എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് എനിക്ക് വളരെ വ്യക്തമായ നിലയിൽ ഉപദേശിക്കുവാനുള്ളത്, നിർദ്ദേശിക്കുവാനുള്ളത്, നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ ആദ്യം തന്നെ തലാഖിലേക്ക് എടുത്ത് ചാടുകയല്ല വേണ്ടത്. അവളെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയല്ല വേണ്ടത്. ആദ്യം അവൾക്ക് സതുപദേശം നൽകുകയാണ് വേണ്ടത്. രണ്ടാമതായിട്ടാണ് അവളെ കിടപ്പറയിൽ നിന്ന് മാറ്റി നോക്കണം. ഉപദേശം വലിച്ചില്ലെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം ഓരോരുത്തരുടെയും ഹൃദയത്തിൽ പതിയട്ടെ.
അടുത്തതായി ഭർത്താവിന്റെ മേൽ ബാധ്യതയായിട്ട് വിശുദ്ധ ഇസ്ലാം പറയുന്നത് സ്ത്രീകൾക്ക് നന്മ ചെയ്യണം, നിങ്ങൾ അവരിലേക്ക് നന്മ പ്രവർത്തിക്കണം. എങ്ങനെ? ഫീ കിസ്വതിഹിൻ വതആമിഹിൻ, അവരുടെ വസ്ത്രത്തിൽ അവരുടെ ഭക്ഷണത്തിൽ നിങ്ങൾ നല്ല നീതി പുലർത്തണമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കണം. ബലിപെരുന്നാൾ വരുമല്ലേ, വസ്ത്രം വാങ്ങിക്കൊടുക്ക്, നല്ല വസ്ത്രങ്ങൾ, നല്ല ജോഡി വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്ക്. കല്യാണത്തിന് പോകുമ്പോൾ അയൽവക്കത്തെ വീട്ടിൽ കല്യാണം നടക്കുന്നു, അവിടെ പോകാനായിട്ട് മടിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട്. മുഷിഞ്ഞ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്നു, നൈറ്റി ധരിച്ച് നടക്കുന്നു. എന്തേ കാരണം? തൻ്റെ ഭർത്താവ് തന്നെ നല്ല രീതിയിൽ നോക്കുന്നില്ല എന്നുള്ളത് പറയാൻ അവൾ മടിക്കുന്നില്ല, മറ്റുള്ളവരോട് പറയാൻ അവൾ മടിക്കുന്നു. എന്തേ കാരണം? ഭർത്താവിനുള്ള അമിതമായ സ്നേഹം കാരണം. ആ സ്നേഹം കാരണം അവൾ ഉള്ളിൽ വെച്ചുകൊണ്ട് പുറത്തേക്ക് പോകാനുള്ള, അഥവാ കല്യാണത്തിനോ മറ്റോ അവൾ അയൽവക്കത്ത് നടക്കുന്ന ഒരു മരിപ്പ്, ആ വീട്ടിലേക്ക് ചടങ്ങിനോ ഒന്ന് പോകാനായിട്ട് അവൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇട്ടുകൊണ്ട് പോകുവാൻ നല്ലൊരു വസ്ത്രമില്ലാത്തതിൻ്റെ പേരിൽ എത്ര പെൺകുട്ടികളാണ് വിഷമിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കട്ടെ, നമ്മൾ മാറ്റിയെടുക്കണം നമ്മുടെ ജീവിതത്തെ, ജീവിത ചട്ടങ്ങളെയും നമ്മുടെ രീതികളെയും മാറ്റിയെടുക്കൽ അത്യന്താപേക്ഷിതമാണ്. എത്ര സഹോദരിമാരാണ് ആ രീതിയിൽ വിലപിക്കുന്നത്, ദുഃഖിക്കുന്നത് എന്ന് നമുക്കറിയുമോ? നല്ലൊരു വസ്ത്രമില്ലാത്തതിൻ്റെ പേരിൽ, നല്ലൊരു ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇറച്ചി വാങ്ങി കൊടുക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് വിശുദ്ധ ഇസ്ലാം. ഭാര്യയ്ക്കും മക്കൾക്കും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഭക്ഷണം അത് ഇറച്ചിയാക്കി കൊടുക്കണമെന്ന് പഠിപ്പിച്ച ഫതുഹുൽ മുഈൻ രചിച്ച കാലഘട്ടമാണ് ഈ നാടാണ് ഈ വിശുദ്ധ ഇസ്ലാം. ഫതുഹുൽ മുഈൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ടത്. ആഴ്ചയിൽ ഒരു ദിവസം മക്കൾക്കും കുടുംബാദികൾക്കും ഇറച്ചി കൊടുക്കണം. ഇതൊക്കെ വിശുദ്ധ ഇസ്ലാം പറയുന്ന നിയമങ്ങളാണ്. നല്ല വസ്ത്രവും നല്ല പാർപ്പിടവും ഏത് പെണ്ണാണ് ആഗ്രഹിക്കാത്തത്? നിങ്ങളെ കിട്ടുമ്പോൾ, നിങ്ങളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവൾ ചിന്തിക്കുന്നതും അവളുടെ മനസ്സിൽ വല്ലാതെ തളം കെട്ടുന്നതും നല്ലൊരു ജീവിതമായിരുന്നു. ഒരുപക്ഷേ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്കതിനുള്ള സാമ്പത്തിക ശേഷി അത്രത്തോളം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്കുള്ളതിനനുസരിച്ച് കൊടുക്കാനേ വിശുദ്ധ ഇസ്ലാം പറയുന്നുള്ളൂ. വിശുദ്ധ ഇസ്ലാം ആവശ്യപ്പെടുന്നുള്ളത് നിങ്ങളുടെ തോതനുസരിച്ച്, നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന വേതനമനുസരിച്ച്, നിങ്ങളുടെ ജോലി ചെയ്ത് കിട്ടുന്നതായ വേതനത്തിന്റെ തുല്യ പദവി അനുസരിച്ച്, അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഏത് രീതിയിൽ ചെലവഴിക്കണമെന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിന്റെ വിളിയാളമാണ് പണമുള്ളവൻ, ധനാഢ്യൻ, വിശാലതയുള്ള വ്യക്തി, സമ്പത്തിൽ വിശാലതയുള്ള വ്യക്തി, അവന്റെ വിശാലതയനുസരിച്ച് കൊണ്ടവൻ ചെലവഴിച്ചു കൊള്ളട്ടെ. വിശുദ്ധ ഖുർആൻ വമൻ ഖുദിറ അലൈഹി ഫല്യുൻഫിഖ് മിമ്മാ ആതാഹുല്ലാഹ്. ആർക്കെങ്കിലും വളരെ മോശമായ രീതിയിലാണ്, കുടുസായ രീതിയിലാണ് അവൻ്റെ ജീവിതമാർഗമെങ്കിൽ, വളരെ തുച്ഛമായ ജീവിതമാർഗമാണ് അവന് കിട്ടുന്നതെങ്കിൽ, വേതനമാണ് കിട്ടുന്നതെങ്കിൽ, അതനുസരിച്ച് കൊണ്ട് അള്ളാഹു അവന് നൽകിയതായ ആ വേതനത്തിൽ നിന്നവൻ അത്യാവശ്യം ചെലവഴിച്ചു കൊള്ളട്ടെ. വമൻ ഖുദിറ അലൈഹി ഫല്യുൻഫിഖ് മിമ്മാ ആതാഹുല്ലാഹ്. അള്ളാഹു തആല അവന് നൽകിയതായ ഔദാര്യത്തിൽ നിന്ന് വളരെ തുച്ഛമായതാണെങ്കിലും ശരി, അതിൽ നിന്നവൻ ചെലവഴിച്ചു കൊള്ളട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. നമ്മുടെ ഭാര്യമാർക്ക്, നമ്മുടെ മക്കൾക്ക് ഏത് രീതിയിലുള്ള വസ്ത്രവിധാനം വേണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. വസ്ത്രം വാങ്ങിക്കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് പണയം വെച്ചുകൊണ്ടാണ്, സ്വർണം പണയം വെച്ചിട്ട് വാങ്ങിക്കൊടുക്കണമെന്നല്ല പറയുന്നത്. ഓരോരുത്തർക്കും കഴിയുന്ന രീതിയിലായിരിക്കണം. പലിശയിലൂടെ കിട്ടുന്ന സമ്പത്ത് കൊണ്ട് വാങ്ങിക്കൊടുക്കണമെന്നല്ല പറയുന്നത്. ആ രീതിയിൽ വാങ്ങിക്കൊടുക്കലോടുകൂടി അത് മറ്റൊരു ഹറാമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് എൻ്റെ മുൻപുള്ള പല പ്രസംഗത്തിലും നിങ്ങൾ ശ്രവിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതുകൊണ്ട് ഓരോരുത്തരും ശ്രദ്ധിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർക്ക് കൊടുക്കുന്ന സമ്പത്ത് അത് ഹലാലാണോ ഹറാമാണോ എന്നുള്ള
തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഹറാമായ മാർഗത്തിലൂടെ നിങ്ങൾ സമ്പാദിച്ച ധനം കൊണ്ട് നിങ്ങളുടെ ഭാര്യമാർക്കെന്നല്ല പള്ളിക്കും മദ്രസയ്ക്ക് പോലും നിങ്ങൾ കൊടുക്കാൻ പാടില്ല കേട്ടോ. അത് പലിശയിൽ നിന്ന് കിട്ടിയ ധനമാണെങ്കിലും, അത് നിങ്ങൾക്ക് ലോട്ടറി അടിച്ച് കിട്ടിയ ധനമാണെങ്കിലും, അത് നിങ്ങൾക്ക് കളഞ്ഞു കിട്ടി മറ്റൊരാളെ കവർ ചെയ്ത് കിട്ടിയ പണമാണെങ്കിലും, പാവപ്പെട്ട മുസ്ലിമീങ്ങളെ പെൺകുട്ടികളെ കെട്ടിച്ചയക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും നിങ്ങൾ കൊടുക്കരുതേ. വിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനമാണിത്. അത്തരത്തിൽ നിങ്ങൾ കൊടുത്താൽ ആ കൊടുക്കൽ നിങ്ങൾക്ക് സ്വീകാര്യപ്രദമാകുകയില്ല എന്ന് മാത്രമല്ല, വിശുദ്ധ ഇസ്ലാം എണ്ണുന്നത് അതും മറ്റൊരു തെറ്റായിട്ടാണ്. അതും മറ്റൊരു തെറ്റാണ്. നിങ്ങൾ ചെയ്യുന്നത് മറ്റൊരു തെറ്റാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാവട്ടെ. നല്ല വസ്ത്രവും നല്ല പാർപ്പിടവും നല്ല ജീവിതശൈലിയും നല്ല വസ്ത്രവിധാനവും നൽകാൻ നമുക്ക് കഴിയണം. എത്രയോ പെൺകുട്ടികളെ അലക്ക് സോപ്പും മണസോപ്പും കുളിസോപ്പും പോലും ഇല്ലാതെ അയൽവക്കത്ത് പോയി തെണ്ടുന്ന എത്രയോ പെൺകുട്ടികളുണ്ടെന്നറിയുമോ നിങ്ങൾക്ക്? ഭർത്താവിൻ്റെ ജീവിതശൈലി, ഭർത്താവ് വളരെ നല്ല സുഖത്തിൽ കഴിയുന്നു, നല്ല കച്ചവടമുള്ള വ്യക്തിയാണ്, പക്ഷേ അയാൾക്ക് കൊടുക്കാൻ കഴിയില്ല. പിശുക്ക് കാണിക്കുകയാണ് ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ സ്വന്തം മക്കൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി പിശുക്ക് കാണിക്കുന്ന വ്യക്തികൾ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു ഹദീസുണ്ട്. കഫാ ബിൽ മർഇ ഇസ്മാ, കഫാ ബിൽ മർഇ ഇസ്മാ അൻ യുളയ്യ മൻ യഖൂത്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ദുഷിച്ചതായ, ഏറ്റവും കൂടുതൽ മോശമായി തീരുന്നത് അവന്റെ മക്കൾക്ക് ചെലവ് കൊടുക്കാതിരിക്കലാണ്. സിയാറത്തിന് വേണ്ടി പോകുന്നവർ ഏർവാടി ദർഗയിലോ നാഗൂർ ദർഗയിലോ പോയി അവിടെ തന്നെ ജീവിതം ഹോമിക്കുന്നവർ, അവരോട് ചോദിക്കുകയാണ്, നിന്റെ മക്കളെ നിനക്ക് പോറ്റണ്ടയോ? 8 മക്കളില്ലയോ നിനക്ക്? അപ്പോൾ അവൻ പറയുകയാണ്, മറുപടി നൽകുകയാണ് ഉസ്താദുമാരോട്, എന്താ നൽകുന്നത്? എനിക്ക് 8 മക്കളുണ്ട്, ഒരു ഭാര്യയുണ്ട്, പക്ഷെ അവരുടെ കാര്യം അല്ലാഹു തആല നോക്കിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ എവിടെ ഇരിക്കുക? പള്ളി മക്ബറെ തന്നെ ചടഞ്ഞുകൂടിയിരിക്കുക. തെറ്റാണ്. സിയാറത്തിനെ എതിർക്കലല്ല, മഹത്തുക്കളുടെ മക്ബറുകളിൽ പോയി സിയാറത്ത് ചെയ്യലും പുണ്യം കരഗതമാക്കലും സുന്നത്താണ്. അത് വിശുദ്ധ ഇസ്ലാം അംഗീകരിച്ചതാണ്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മദ്ഹബാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും പഠിക്കേണ്ടതും ഒരു വസ്തുതയാണ്. മക്ബറുകളിൽ പോയി അവിടെ ജീവിതകാലം മുഴുവൻ ഹോമിച്ചുകൊണ്ട് കഴിയൽ ഇസ്ലാം എതിർത്തിട്ടുള്ള വിഷയമാണ്. ഗൾഫ് നാടുകളിലേക്ക് കടക്കുകയാണ്. 4-5 വർഷം കൂടെ ജീവിച്ചതായ പ്രീതമയെ വിട്ടുകൊണ്ട്, മക്കളെ വിട്ടുകൊണ്ട്, 4-5 മക്കൾ ഉള്ളപ്പോൾ ഗൾഫിലേക്ക് കടക്കുന്ന ഭർത്താവ് പിന്നീട് അവന്റെ ഒരു ജീവിതവുമില്ല, അവന്റെ വിജയവുമില്ല. അവനൊരു ജീവിതത്തിൽ ഒരു ഫോൺ കോൾ പോലും വീട്ടിലേക്ക് അയക്കുന്നില്ല, വീട്ടിലേക്ക് അല്പം പോലും ധനം പോലും കൊടുക്കുന്നില്ല, ഒന്ന് ഫോണിൽ ഭാര്യയെ ബന്ധപ്പെടുന്നില്ല. ഈ രീതിയിൽ ഭാര്യയെയും മക്കളെയും കുടുംബത്തെയും ഉപ്പയെയും ഉമ്മയെയും ഉപേക്ഷിച്ചുകൊണ്ട് നാട് വിട്ടു പോകുന്ന എത്രയോ പ്രവാസികൾ അവസാനം സിനിമയിലൂടെ, റിയാലിറ്റി ഷോയിലൂടെ, കഥകളുടെ ജീവിതം എന്ന് പറയുന്ന സംഘടനയുടെ പല റിയാലിറ്റി ഷോകളിലൂടെയും അവർ തിരിച്ചു വരുന്ന ഒരു രംഗം, മുസ്ലിമീങ്ങളുടെ രംഗം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ വിപത്താണ്. ഈ കാലുഷ്യതമുള്ള ഈ അന്തരീക്ഷത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ചിന്തിക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ അധ്യാപനമാണ്. കഫാ ബിൽ മർഇ ഇസ്മാ, മനുഷ്യന് കുറ്റത്താൽ ഏറ്റവും കൂടുതൽ മതി കേട്ടോ. അയ്യുളയ്യ മൻ യഖൂത്, അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ. പാവപ്പെട്ട മക്കൾ എന്ത് പിഴച്ചു, പാവപ്പെട്ടവന്റെ ഭാര്യ എന്ത് പിഴച്ചു, അവളെ അടിമയാക്കിക്കൊണ്ട് അവരുടെ ജീവിതത്തിന്റെ നിലവാരങ്ങൾ മുഴുവൻ താറുമാറാക്കിക്കൊണ്ട് ഇവൻ ഗൾഫിലേക്കും ഏതെങ്കിലും മക്ബറകളിൽ പോയി കുടിയിരിക്കാൻ വിശുദ്ധ ഇസ്ലാമിന്റെ തത്വസംഹിതകൾ അനുവദിക്കുന്നില്ല കേട്ടോ, വിശുദ്ധ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അതെന്നിട്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പേരിൽ വെച്ച് കെട്ടാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരെ കൂച്ചുവിലങ്ങിടങ്ങേണ്ട കാലഘട്ടം ഓരോ വ്യക്തികളും മനസ്സിലാക്കിയിരിക്കുന്നു. ഈ കാലഘട്ടം കണ്ട ഏറ്റവും വലിയ വിപത്ത് ആത്മീയ ചൂഷണമാണ്. പാവപ്പെട്ട കുടുംബാദികളെ അവരെ ഫിത്ന പറഞ്ഞുകൊണ്ടും നിങ്ങളുടെ കുടുംബത്തിൽ മരണമുണ്ട്, നിങ്ങളുടെ കുടുംബത്തിൽ പ്രയാസമുണ്ട്, അതുകൊണ്ട് നമ്മൾക്ക് അത് ചെയ്യാം ഇത് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ആൾ ദൈവങ്ങൾ ഇറങ്ങിയിരിക്കുന്ന കാലഘട്ടമാണിത്. എന്റെ പ്രിയപ്പെട്ട ആലപ്പുഴയിലെ മുഅ്മിനീങ്ങളെ, വട്ടപ്പള്ളിയിലെ സഹോദരന്മാരെ, സഹോദരിമാരെ, ഓരോരുത്തരും ചിന്തിക്കട്ടെ. അത്തരത്തിലുള്ളവരെ ഒറ്റപ്പെടുത്തുകയും അവരെ നിങ്ങൾ ദൂരീകരിക്കുകയും അവരെ മാറ്റി നിർത്തുകയും ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന് ഞാൻ പറയുന്നു. ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. മനസ്സിലാക്കട്ടെ, ആൾ ദൈവങ്ങൾ കൂടി വരുന്ന കാലഘട്ടം.
അവർ പാവപ്പെട്ട കുടുംബങ്ങളെ, നിങ്ങളുടെ കുടുംബത്തിൽ വളരെ തെറ്റുണ്ട്, പ്രശ്നമുണ്ട്, ഭാര്യ ഭർത്താവിന് തെറ്റുണ്ട്, ഭർത്താവ് ഭാര്യയ്ക്ക് തെറ്റുണ്ട്, നിങ്ങൾ അത് ചെയ്യണം, ഇത് ചെയ്യണം, മുട്ടയിൽ കൂടോത്രം ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന രീതിയിൽ, നല്ല രീതിയിൽ ചികിത്സ നടത്തുന്നവരെയല്ല ഞാൻ ഈ പറയുന്നത്, ഉസ്താദുമാരെയും ആലിമീങ്ങളെയും അല്ല ഞാൻ ഈ പറയുന്നത്. മറിച്ച് ആൾ ദൈവങ്ങൾ മുറി മുസ്ലിയാക്കന്മാരിറങ്ങിയിട്ടുണ്ട് കുറെ, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഞാൻ പറയുന്നത്. അതിൽ നിങ്ങൾ ആരും തന്നെ പെട്ടുപോകരുത്, വഞ്ചിതരായി പോകരുത്. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എത്ര കുടുംബങ്ങളാണ് പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെയും അമുസ്ലിമീങ്ങളുടെയും കുടുംബങ്ങളിൽ അവർ മക്കളില്ലാത്തതിൻ്റെ പേരിൽ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ട്, ഒരു ഹോമം നടത്തണം, അത് നടത്തണം, ഇത് നടത്തണം എന്ന് പറഞ്ഞിട്ട് കാശുകൾ പിടിച്ചുകൊണ്ട് എത്രയെത്ര ലക്ഷങ്ങളാണ് തട്ടിപ്പ് നടത്തിയ കേസുകൾ ഇന്നും കേരളം ചർച്ച ചെയ്യപ്പെടുന്നു. ആലപ്പുഴയുടെ പ്രാന്തപ്രദേശങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നു. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഓരോരുത്തരും ചിന്തിക്കട്ടെ. അല്ലാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കഫാ ബിൽ മർഇ ഇസ്മാ, മനുഷ്യൻ ഏറ്റവും വലിയ കുറ്റഘട്ടം കിട്ടുന്നത്, ഏറ്റവും കുറ്റം കിട്ടുന്നത്, ഏറ്റവും പ്രയാസമുണ്ടാകുന്നത്, പാരത്രിക ലോകത്തെത്തുമ്പോൾ അവൻ കൈകടിക്കേണ്ടി വരുന്നത് ചെലവ് കൊടുക്കേണ്ടവർക്ക് മര്യാദയ്ക്ക് ചെലവ് കൊടുക്കാതിരിക്കുമ്പോഴാണ്, അവരെ പാഴാക്കുമ്പോഴാണ്, അവരെ അബലകളും ചപലകളുമായി മുദ്രകുത്തി മാറ്റി നിർത്തുമ്പോഴാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇനി അടുത്ത ഭർത്താവ് ശ്രദ്ധിക്കേണ്ട കടമ എന്താണെന്നറിയുമോ നിങ്ങൾക്ക്? 4 മാസത്തിൽ കൂടുതൽ ഭാര്യ ഭർത്താക്കന്മാർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ 4 മാസത്തിൽ അങ്ങേയറ്റം പോയാൽ 4 മാസം കൂടുമ്പോഴെങ്കിലും ബന്ധപ്പെട്ടിരിക്കണമെന്ന് വിശുദ്ധ ഇസ്ലാം. ഗൾഫിലുള്ള ഭർത്താക്കന്മാർ ശ്രദ്ധിക്കട്ടെ. അവർ നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ ഭാര്യയുടെ പൂർണ്ണ സംതൃപ്തിയിലൂടെയാണ് എങ്കിൽ പ്രശ്നമല്ല, ഇല്ലെങ്കിൽ അതിലൂടെ വലിയ വിപത്തുകൾ വരും. വിശുദ്ധ ഇസ്ലാം സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനം പഠിപ്പിക്കുന്നു. അതിലൂടെ എത്രയെത്ര കുടുംബിനികളാണ് തെറ്റിപ്പിരിഞ്ഞു പോയിട്ടുള്ളത്. 2-3 വർഷം കഴിഞ്ഞ് ഭർത്താവ് വരുമ്പോൾ മറ്റൊരു കാമുകനുമായിട്ട് അവൻ തോളത്ത് കൈയിട്ടുകൊണ്ട് ബീച്ചിലൂടെ കറങ്ങുമ്പോൾ കുറ്റം പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അവളുടെ വൈകാരികമായ ചിന്തകളെയും മുഴുവനും തകർത്തെറിഞ്ഞുകൊണ്ട് ഈ ഭർത്താവ്, അവൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോലും, അവൾക്ക് തൻ്റെ ഭർത്താവിനോട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ഇട്ടേച്ചു കൊണ്ട് പോകുന്ന ഒരു ഗതികേടിലേക്ക് മുസ്ലിം സമൂഹം മാറാൻ പാടില്ല. കാരണം ഓരോ ഭാര്യയ്ക്കും വിലപ്പെട്ടതാണ് തൻ്റെ ഭർത്താവിൻ്റെ ഓരോ സെക്കൻഡുകളും മിനിറ്റുകളും എന്നുള്ള കാര്യം ഓരോ മുഅ്മിനീങ്ങളും മനസ്സിലാക്കട്ടെ. 4 മാസത്തിൽ കൂടുതൽ ഭാര്യ ഭർത്താക്കന്മാർ വിട്ടുപിരിഞ്ഞിരിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ് വിശുദ്ധ ഇസ്ലാം എന്ന് ഓരോരുത്തരും മനസ്സിലാക്കട്ടെ. അല്ലാഹുവിൻ്റെ റസൂൽ പ്രവാചകൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് ഹൗലത്ത് എന്ന് പറയുന്ന ബീവി ഓടി വന്നുകൊണ്ട് പറയുന്നു, അല്ലാഹുവിൻ്റെ റസൂലേ, എൻ്റെ ഭർത്താവായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിനെ കുറിച്ച് എനിക്കൊരു പരാതിയുണ്ട്. എന്താണ് പരാതി? ഹൗലത്തിനോട് ചോദിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂലെ എന്താണ്? അല്ലാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, എന്താണ് നിനക്കുള്ള പരാതി? ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്ന ഭർത്താവ് എൻ്റെ അടുക്കൽ കൃത്യസമയത്ത് വരുന്നില്ല, അദ്ദേഹം വരുമ്പോൾ തന്നെ എന്നെ പരിഗണിക്കുന്നില്ല, ഇബാദത്തിൽ തന്നെ മുഴുകുകയാണ്, നിസ്കാരത്തിൽ തന്നെ മുഴുകുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കാൻ ആളെ പറഞ്ഞയക്കുന്നു. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സവിധത്തിലെത്തി. പ്രവാചകൻ നോക്കുമ്പോൾ ഉസ്മാൻ ഇബ്നു മദ്ഊൻ തങ്ങളെ കണ്ടിട്ട് പ്രവാചകന് കരച്ചിൽ വന്നു എന്ന ഹദീസ്. എന്തേ കാരണം? മുഖം വല്ലാതെ വിവർണനാതീതമായിരിക്കുന്നു, മുഖത്ത് നിന്ന് കണ്ണുകൾ കുഴിഞ്ഞിരിക്കുന്നു അകത്തേക്ക്, ദാരിദ്ര്യത്തിൻ്റെ പരമകാഷ്ഠ. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു മദ്ഊനിൽ നിന്ന് അല്ലാഹുവിൻ്റെ റസൂല് വായിച്ചറിയുകയാണ്, എന്തു പറ്റി ഉസ്മാൻ? നിന്റെ ഭാര്യ എന്നോട് ഒരു കേസ് പറഞ്ഞിട്ടുണ്ടല്ലോ നിന്നെക്കുറിച്ച്, നീ ഭാര്യയെ സമീപിക്കുന്നില്ല, അവളുടെ വൈകാരിക തലങ്ങളെ നീ പരിഗണിക്കുന്നില്ല എന്ന്. എനിക്കൊരു കേസ് വന്നിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ച് നിനക്കെന്താണ് പറയാനുള്ളത് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോ ഉസ്മാൻ ഇബ്നു മദ്ഊൻ തങ്ങൾ വിറച്ചുകൊണ്ട് പറയുന്നു, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്ന വ്യക്തിയാണ്, പകൽ സമയത്ത് മുഴുവനും നോമ്പനുഷ്ഠിക്കുന്ന വ്യക്തിയാണ്, പകൽ സമയത്ത് മുഴുവനും ഞാൻ സുന്നത്ത് നോമ്പനുഷ്ഠിക്കുന്നു,
റമദാനിലെ ഫർദ് നോമ്പുകൾക്ക് പുറമെ ബാക്കിയുള്ള മുഴുവൻ സമയങ്ങളും വർഷങ്ങൾ മുഴുവനും എല്ലാ ദിവസങ്ങളും ഞാൻ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നു. രാത്രിയിൽ റബ്ബിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റെ ഭാര്യയെക്കുറിച്ച് ചിന്തയില്ല, എൻ്റെ മക്കളെക്കുറിച്ച് ചിന്തയില്ല, ആരെക്കുറിച്ചും എനിക്കൊരവലാതിയില്ല. എനിക്ക് പടച്ച റബ്ബിനെ മാത്രമാണ് ഓർമ്മയുള്ളത്. 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി കഴിയുമ്പോൾ വീണ്ടും എനിക്ക് റബ്ബിലേക്ക് തിരിയാൻ മനസ്സ് വരുന്നു. ഞാൻ ഭാര്യയെ വിട്ടേച്ചുകൊണ്ട് വീണ്ടും റബ്ബിലേക്ക് തിരിഞ്ഞു. അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് കരമുയർത്തിക്കൊണ്ട് ദുആ ചെയ്യുന്നു. വീണ്ടും നിസ്കരിക്കുന്നു, സലാം വീട്ടുന്നു. ഈ രീതിയിൽ തുടർന്നുകൊണ്ടാണ് എൻ്റെ ജീവിതം പോകുന്നത്. ഹബീബേ, അത് ചെയ്തത് തെറ്റാണോ ഹബീബേ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് അല്ല കൊടുത്തത്. സിയാറത്ത് ചെയ്യാൻ പോകുമ്പോൾ അതൊക്കെ നല്ലതാണ്, പവിത്രതയുള്ളതാണ് എന്ന് പറഞ്ഞതിനോടൊപ്പം തന്നെ അവിടെ തന്നെ പോയി മക്കളെയും അവൻ്റെ കുടുംബാദികളെയും ദാരിദ്ര്യത്തിലാക്കുന്ന, അവർക്ക് ഉപജീവനം നൽകാത്ത രീതിയിലുള്ള സിയാറത്ത് ചെയ്യാൻ പാടില്ല എന്നതിലേക്ക് സൂചിപ്പിക്കുന്ന ഒരു ചരിത്രമാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം. കാരണം നന്മയായാലും അത് അമിതമാകാൻ പാടില്ല. അമിതഭയം ഇസ്ലാം എതിർത്തിട്ടുണ്ട്. ഇബാദത്തുകളായാലും അതിന് കൂച്ചുവിലങ്ങി ഇസ്ലാം ഇടുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഉസ്മാനെ, നീ ചെയ്തത് തെറ്റാണ്. വ ഇന്ന ലിഐനിക അലൈക ഹഖ്ഖാ وإن لجسدك عليك حقا وإن لزوجتك عليك حقا. നിന്റെ കണ്ണുകൾക്ക് നിന്റെ മേൽ ബാധ്യതയുണ്ട്, നിന്റെ ശരീരത്തില് നിന്റെ മേൽ ബാധ്യതയുണ്ട്, നിന്റെ ഭാര്യയുടെ കാര്യത്തില്. ഓരോന്നെണ്ണി അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, നീ ഉറക്കമൊഴിച്ചുകൊണ്ട് രാത്രിയിൽ ഇബാദത്ത് ചെയ്യുന്നത് നിന്റെ കണ്ണിനെയും നിന്റെ ശരീരത്തെയും നീ പരിഗണിക്കുന്നില്ല. ആ രീതിയിലുള്ള നിന്റെ ഇബാദത്ത് എടുക്കാൻ നിനക്കാരാണ് അധികാരം നൽകിയത്? അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആനും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ഞാനും നിനക്ക് അധികാരം നൽകിയിട്ടില്ലല്ലോ. വ ഇന്ന അലൈക ഹഖ്ഖാ, നിന്റെ കണ്ണിന് നിന്റെ മേൽ ബാധ്യതയുണ്ട് കേട്ടോ. നിന്റെ കണ്ണിന് ബാധ്യതയുണ്ട്. നിന്റെ കണ്ണുകൊണ്ട് നീ ഉറങ്ങണം. നീ നിന്റെ ശരീരത്തിന് അതിന്റെ ക്ഷീണം അകറ്റണം. രാത്രിയിൽ നിന്ന് നിസ്കരിക്കേണ്ടെന്നല്ല, മറിച്ച് 1/3 ഭാഗം ഉറങ്ങുവാനും 1/3 ഭാഗം ഭാര്യയുമായി ശയ്യ അവലംബിക്കുവാനും 1/3 ഭാഗം മറ്റുള്ള കാര്യങ്ങൾക്കുമായി നീ നീക്കിവെക്കണമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രാത്രിയെ ഡിവൈഡ് ചെയ്യുന്നത് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നിന്റെ ഇബാദത്തുകൾ ഒറ്റ ദിവസങ്ങൾ വിട്ടുകൊണ്ടാകട്ടെ. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നോമ്പ് പോലെയാണെങ്കിൽ പ്രശ്നമില്ല. നീ നോമ്പ് പിടിച്ചുകൊണ്ട് ക്ഷീണിച്ചുകൊണ്ട് നിന്റെ ശരീരത്തെ ക്ഷീണിപ്പിക്കാൻ പാടില്ല. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നോമ്പ് പോലെ നീ നോമ്പ് പിടിച്ചോ. അതെങ്ങനെയാണ് ആ നോമ്പ്? ഓരോ ദിവസവും ഇടവിട്ടുകൊണ്ടാണ് സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നത്. ഹസ്രത്ത് ദാവൂദ് അലൈഹിസ്സലാം. അതുകൊണ്ട് ആ രീതിയിൽ നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ പ്രശ്നമല്ല. അതുകൊണ്ട് നിന്റെ ഈ നോമ്പ് പിടുത്തം അത് നല്ലതല്ല, നിന്റെ ശരീരത്തിന് ഭൂഷണമല്ല, അത് ഇസ്ലാമിന് അന്യമാണ്. മാത്രമല്ല വ ഇന്നലി സൗജതിക അലൈക ഹഖ്ഖാ വ ഇന്ന ലിസൗജതിക അലൈക ഹഖ്ഖാ, നിന്റെ ഭാര്യയുടെ മേൽ നിനക്ക് വളരെ ശക്തമായ ബാധ്യതയുണ്ട് കേട്ടോ ഉസ്മാൻ. ഉസ്മാനെ, നിന്റെ ഭാര്യ വൈകാരികമായ പ്രശ്നം പറഞ്ഞുകൊണ്ടാണ് വന്നത്. അവരുടെ വികാരത്തിന്റെ തലങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നില്ല എന്നുള്ള കേസുമായാണ് വന്നത്. അതുകൊണ്ട് ഭാര്യയുടെ അടുത്തേക്ക് പോയിക്കൊണ്ട് അവളുമായി ആരോഗ്യ പ്രശ്നങ്ങൾക്കും ശാരീരിക പ്രശ്നങ്ങൾക്കും നീ ബന്ധപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് അവളുടെ കാര്യങ്ങൾക്ക് നീ പരിഗണന നൽകേണ്ടതുണ്ട് എന്ന് വിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനമാണെങ്കിൽ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിൻ്റെ റസൂൽ ചോദിച്ച ഒരു ചരിത്രമുണ്ട്, ഒരു ചോദ്യമുണ്ട്. അലാ ഉഖ്ബിറുക ബിഖൈരി മാ യക്രിസുൽ മർഅ, ഒരു മനുഷ്യൻ ഒരുമിച്ച് കൂട്ടുന്ന സമ്പത്തിൽ വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്പരചുംബിയായ മണിമേടകളല്ല. ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ഒരു കെട്ടിട സമുച്ചയമല്ല. പിന്നെന്താണ് അവരേറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്? അൽ മർഅതു സാലിഹ, നല്ലൊരു സാരിയാണ്, നല്ലൊരു ഭാര്യയാകുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് പഠിപ്പിക്കുകയാണ്. എങ്ങനത്തെ ഭാര്യയാണെന്നറിയുമോ? തസുറുഹു ഇദാ നളറ ഇലൈഹാ
തസുറുഹു ഇദാ നളറ ഇലൈഹാ. നീ അവളിലേക്ക് നോക്കിയാൽ അവൾ നിന്നെ സന്തോഷിപ്പിക്കുന്നവളാണ്. നമ്മുടെയൊക്കെ ഭാര്യമാർ അങ്ങനെയാണോ? ഓരോരുത്തരും ചിന്തിക്കട്ടെ. നിങ്ങളുടെയൊക്കെ ഭാര്യമാർ അങ്ങനെയാണോ? നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് നിങ്ങളെ സന്തോഷിപ്പിക്കുമോ? ഏത് രീതിയിലാണ് നിങ്ങളോട് ഇടപെടുന്നത്? സന്തോഷിപ്പിക്കുമോ? അല്ലാഹുവിന്റെ റസൂൽ സാലിഹത്തായ പെണ്ണിന്റെ ഉപമ പറയുന്നത് ആദ്യമായിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട്, തസുറുഹു ഇദാ നളറ ഇലൈഹാ, നിന്നെ സന്തോഷിപ്പിക്കും നീ അവളിലേക്ക് നോക്കിയാൽ. ഭാര്യ ഭർത്താവിലേക്ക് നോക്കുമ്പോഴും ഭർത്താവ് ഭാര്യയിലേക്ക് നോക്കുമ്പോഴും പരസ്പരം സ്നേഹം വരുമത്രേ. ഏറ്റവും ലേറ്റസ്റ്റ് മനഃശാസ്ത്രം എന്തെന്നറിയുമോ നിങ്ങൾക്ക്? മനഃശാസ്ത്രം, ഏറ്റവും ലേറ്റസ്റ്റ് മനഃശാസ്ത്രം, പുതിയ മനഃശാസ്ത്രം എന്താണെന്നറിയുമോ? വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ രണ്ടുപേരും ഒരു തീന്മേശയിൽ അടുത്ത് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും മുഖം നോക്കി ഇങ്ങനെ ഇരിക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ രണ്ടുപേർക്കും ഇടയിൽ പരസ്പരം സ്നേഹമുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പുതിയ മനഃശാസ്ത്രം. അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതൊക്കെ വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചതാണ്. ശുദ്ധ ഇസ്ലാം ഇതാ പറഞ്ഞത്, ഇദാ തസുറുഹു ഇദാ നളറ ഇലൈഹാ, നീ അവളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവൾ നിന്നെ സന്തോഷിപ്പിക്കുന്നതാണ് ഉമറേ, അവളാണ് യഥാർത്ഥ ഭാര്യ. വിശുദ്ധ ഖുർആൻ അത് തന്നെയാണ് പറഞ്ഞത്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും അസ്വാജാ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് നിങ്ങൾക്ക് ഭാര്യമാരെ ഇണകളെ സൃഷ്ടിച്ചു എന്നുള്ളത്. അൻ ഖലഖ ലക്കും അസ്വാജാ, നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു എന്നുള്ളത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. എന്നിട്ട് എന്തിനു വേണ്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു. ലിതസ്കുനൂ ഇലൈഹാ, ലിതസ്കുനൂ ഇലൈഹാ, അവളിലേക്ക് നീ ശാന്തി അടയാൻ വേണ്ടി, അവളെ നോക്കുമ്പോൾ തന്നെ നിനക്ക് സമാധാനം പുൽകാൻ വേണ്ടി, നിന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇറക്കി വെക്കാൻ, നിനക്കാരെയും കിട്ടാതെ നീ കൂട്ടുകാരോട് പറയുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നിന്റെ ഭാര്യയോട് പറയലാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. പക്ഷെ പറയാൻ പറ്റുന്നതേ പറയുള്ളൂ, എല്ലാം പറയാൻ പാടില്ല. പറയാൻ പറ്റുന്ന അത്യാവശ്യ വിഷമങ്ങളും ദുരിതങ്ങളും ഒക്കെ ആരോട് പങ്കുവെക്കണം? ഭാര്യയോട് പങ്കുവെക്കണം. ഒരു ഭർത്താവിൻ്റെ കപ്പാസിറ്റി, അവൻ്റെ ശമ്പളം മുഴുവനും ഭാര്യയോട് പറയാൻ പാടില്ല എത്രയാണെന്ന്. കാരണം അത്രത്തോളം ഉള്ളൂ തൻ്റെ ഭർത്താവ് എന്ന് അവൾ മനസ്സിലാക്കും. എപ്പോൾ ചോദിച്ചാലും കാശ് റെഡിയാണ് എന്ന് മനസ്സിലാക്കണം. ആ രീതിക്കായിരിക്കണം കാര്യങ്ങൾ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ, നിങ്ങളുടെ നഫ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ നാം പടച്ചു. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, എന്തിനു വേണ്ടി? തസ്കുനൂ ഇലൈഹാ, നിങ്ങൾ അവളിലേക്ക് ശാന്തി അടയാൻ വേണ്ടി, നിങ്ങൾ അവൾ സമാധാനം പുൽകാൻ വേണ്ടി. ഓരോ വ്യക്തികളും, ഭർത്താക്കന്മാരായ വ്യക്തികൾ, അവരുടെ കുടുംബത്തിലേക്ക് നല്ല മാന്യതയുള്ളവരാകട്ടെ, കുടുംബത്തിൽ നന്മ ചെയ്യുന്നവരാകട്ടെ. ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്. ഖിയാറുക്കും, നിങ്ങളിൽ ഏറ്റവും സൽവൃത്തർ നല്ലവരെന്ന് ആരെന്നറിയുമോ? ഖിയാറുക്കും ലി അഹ്ലിഹി, അവന്റെ കുടുംബക്കാരോട്, അവന്റെ ഭാര്യയോട് നല്ല രീതിയിൽ സഹവർത്തിക്കുന്നവരാണ്, നല്ല രീതിയിൽ ബന്ധപ്പെടുന്നവരാണ്, നല്ല രീതിയിൽ പെരുമാറുന്നവരാണ്. ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറുന്നു, അവളുടെ സ്വഭാവ ശൈലി നന്നാക്കിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു, അവളെ ചീത്ത വിളിക്കാതെ അവൾക്ക് എപ്പോഴും സ്നേഹത്തിന്റെ സ്നേഹവായ്പകളുടെ ചുടുചുംബനങ്ങൾ അർപ്പിക്കുന്ന വാക്കുകൾ പറയുന്നു. ആ രീതിയിലുള്ളൊരു ഭർത്താവാണ് യഥാർത്ഥ മാന്യനെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. നമ്മൾ ചിലപ്പോൾ കമ്മിറ്റി മെമ്പർ ആകാം, ഇല്ലെങ്കിൽ MLA ആകാം, മന്ത്രിയാകാം, ഇതൊക്കെ പുറം നാട്ടിലാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ, പ്രവാചകൻ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഒരു വ്യക്തി നല്ല മാന്യനാണ് എന്ന് അറിയുന്നത് അവൻ്റെ ഭാര്യയുടെ അടുക്കൽ പോയി ചോദിക്കണം, നിന്റെ ഭർത്താവ് എങ്ങനെയുണ്ട്? ഭാര്യ പറയുകയാണ് എൻ്റെ ഭർത്താവ് നല്ലതാണ്, ഉഷാറാണ് എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ. ഭാര്യ പറയുകയാണ് ഇദ്ദേഹമാണ്, നിങ്ങളായതുകൊണ്ട് പറയുക, ഒരു ഗുണവും ഇല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സംഭവം, നമ്മൾ പുറത്ത് എത്ര വലിയ മാന്യനായാലും എത്ര വലിയ ക്വാളിഫിക്കേഷനുള്ള വ്യക്തിയായാലും അവൻ പോക്കാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കട്ടെ. ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും വലിയ മാന്യൻ നിങ്ങളുടെ കുടുംബത്തോട് മാന്യത പുലർത്തുന്നവനാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
സമയം വളരെ പരിമിതമായതുകൊണ്ട് തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുക. എന്താ? ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടമകൾ. അതാണല്ലോ എല്ലാവർക്കും കേൾക്കാൻ താല്പര്യം, അല്ലേ? വേണ്ടേ? പറയണ്ടേ? ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടമകൾ. വിശുദ്ധ ഇസ്ലാമിൽ ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. നമ്മളിത് പഠിക്കാത്തത് കൊണ്ടും നമ്മളിത് കേൾക്കാൻ താല്പര്യപ്പെടാത്തത് കൊണ്ടാണ്. അലിമീങ്ങൾ, ഉസ്താദുമാർ ഇതൊക്കെ ഖുർആനിലും സുന്നത്തിലുമൊക്കെ, വിശുദ്ധ ഖുർആനിലും ഹദീസിലുമൊക്കെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? പോരല്ലോ. ഇതൊക്കെ ആലിമീങ്ങൾ അവരോട് പറഞ്ഞു മനസ്സിലാക്കി തരണ്ടേ? മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ, വരാനിരിക്കുന്ന ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുകയുള്ളൂ. അത് പാരത്രിക ലോകത്ത് വിജയത്തിലെത്തിക്കാൻ സാധിക്കുകയുള്ളൂ. കുടുംബബന്ധം അത് ശിഥിലീകരിക്കപ്പെടാതിരിക്കാൻ, ശൈഥില്യം സംഭവിക്കാതിരിക്കാൻ വളരെ ഏറ്റവും ബന്ധപ്പെട്ടതാണ്. നമ്മൾ മനസ്സിലാക്കണം ഭാര്യമാർ ഭർത്താവിനോട് ചെയ്യേണ്ട കടമകളെക്കുറിച്ച്. അതിലാദ്യമായിട്ട് ഏറ്റവും കൂടുതൽ ബാധ്യതയെക്കുറിച്ച്, അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ആദ്യമായി മനസ്സിലാക്കണമെങ്കിൽ ഒരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരും ഉമ്മമാരും വളരെ ശ്രദ്ധാപൂർവം കേൾക്കട്ടെ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സവിധത്തിലേക്ക് ഒരു അറാബിയായ മനുഷ്യൻ, ഒരു കാട്ടറബിയായ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഇന്നി അസ്ലംതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ പുതുവിശ്വാസിയാണ്, ഇസ്ലാമിലേക്ക് കടന്നു വന്ന, ഇന്നലെ ഇസ്ലാം പുൽകിയതായ വ്യക്തിയാണ്. അല്ലാഹുവിൻ്റെ റസൂല് ചോദിച്ചു, അതിനെന്താണ്? അൽഹംദുലില്ലാ, വളരെ നല്ല കാര്യമാണല്ലോ. എന്താണ് നീ വരാനുണ്ടായ സാഹചര്യം? എന്നോട് പറയൂ. അദ്ദേഹം പറഞ്ഞു, ഫഅരിനി ശൈഅൻ അസ്ദാദു ബിഹി യഖീനാ, അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്കൊരു മോചിതത്ത് അവിടുന്ന് കാണിച്ചു തരണം, അമാനുഷികമായ ഒരു കഴിവ് കാണിച്ചു തരണം. അവിടുന്ന് ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് പല രീതിയിലും ഒരുപാട് മോചിതത്തുകൾ, മാനുഷികമായ കഴിവുകൾ സഹാബത്തിന് പ്രകടമാക്കിയിട്ടുണ്ട്, മാനവർക്ക് ദർശനമാക്കിയിട്ടുണ്ട്. എന്നാൽ എനിക്കൊരു മോചിതത്ത് കാണാനുള്ള കൊതിയുണ്ട് ഹബീബേ. ഞാൻ പുതുവിശ്വാസിയാണ്, അതുകൊണ്ട് എനിക്കൊരു എൻ്റെ യഖീൻ ഉറയ്ക്കാൻ വേണ്ടി, അസ്ദാദു ബിഹി യഖീനാ, എൻ്റെ ഈമാൻ ഉറയ്ക്കാൻ വേണ്ടി, വിശ്വാസം ഉറയ്ക്കാൻ വേണ്ടി എനിക്കൊരു ദൃഷ്ടാന്തം, ഒരു മുഅ്ജിസത്ത്, ഒരു അമാനുഷിക ശക്തി എനിക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ റസൂല് ചോദിച്ചു, അയ്യു മുഅ്ജിസത്തിൻ തുരീദ്, നീ ഏത് മുഅ്ജിസത്താണ് ഉദ്ദേശിക്കുന്നത്? എന്താ വേണ്ട പറഞ്ഞോ, എന്ത് വേണ്ടേ? എന്ത് വേണമെങ്കിലും ഞാൻ കാണിച്ചു തരാം. ആരുപയോഗിക്കുന്നു? പ്രവാചകൻ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്. ഉടനെ തന്നെ ആ സ്വഹാബി, അറാബിയായ മനുഷ്യൻ പറഞ്ഞു, അത്രേ, ആ കാണുന്ന വടവൃക്ഷമുണ്ടല്ലോ, അത് നിങ്ങളുടെ സവിധത്തിലേക്ക് വന്നിട്ട് സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അവിടുത്തേക്ക് സലാത്ത് സലാമുകൾ, അല്ലാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സലാം പറഞ്ഞിട്ട് അവിടുത്തെ ഒന്ന് സുജൂദ് ചെയ്താൽ ഞാൻ മുഅ്ജിസത്താണ്, അമാനുഷിക ശക്തിയാണ്, എൻ്റെ ഈമാൻ ഉറയ്ക്കുക തന്നെ ചെയ്യും ഹബീബേ. അവിടുന്ന് മുഅ്ജിസത്തുണ്ട്, അവിടുന്ന് വലിയ അമാനുഷിക ശക്തിയാണ്, അവിടുന്ന് പ്രവാചകനാണെന്ന് എനിക്ക് ഈമാൻ ഒന്നും കൂടി ഉറയ്ക്കും ഹബീബേ. അല്ലാഹുവിൻ്റെ റസൂൽ എന്നാൽ പറഞ്ഞു, എന്നാ നീ തന്നെ പോയിട്ട് വിളിക്ക്. ഞാൻ പോയി വിളിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു മാരണമുണ്ടെന്ന് വിശ്വസിക്കില്ല, നീ തന്നെ പോയിട്ട് വിളിക്കും. അദ്ദേഹം പകച്ചു നിൽക്കുക. എന്താ പറഞ്ഞു? നീ തന്നെ പോയിട്ട് വിളിക്കുക. മരത്തെ പോയി വിളിച്ചോ? അല്ലാഹുവിൻ്റെ റസൂൽ വിളിക്കുന്നു, വിളിക്കുത്തരം നൽകാൻ. ആ വ്യക്തി ചെന്നു. അറിയുമോ നിങ്ങൾക്ക്? വ്യക്തി ചെന്നുകൊണ്ട് മരത്തോട്, വടവൃക്ഷത്തോട്, മാനം മുട്ടേ വളർന്നു നിൽക്കുന്ന വടവൃക്ഷത്തോട് പറഞ്ഞു അത്രേ, യാ ശജറതു അജീബി റസൂലല്ലാഹ്, ഓ വടവൃക്ഷമേ, പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന വടവൃക്ഷമേ, ഈ ലോകത്തിന്റെ നേതാവായ, കാരുണ്യത്തിന്റെ തിരുദൂതരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിളിക്ക് നീ ഉത്തരം നൽകണം കേട്ടോ, നീ ചെല്ലണം കേട്ടോ എന്ന് പറഞ്ഞപ്പോ ആ വടവൃക്ഷം അതാ ഒന്ന് ഇളകുകയാണ്. സഹാബിയായ അറാബിയായ മനുഷ്യൻ ആശ്ചര്യത്തോടുകൂടി, അതിശയത്തോടുകൂടി നോൽക്കുകയാണ്. എന്താണ് ഈ കാണുന്നത്? വടവൃക്ഷം ഇളകുന്നു. അതിൻ്റെ വേരുകൾ വലത്തോട്ടും ഇടത്തോട്ടും ഒന്ന് ഇളക്കിയിട്ട് വേരുകൾ കാലൂന്നിക്കൊണ്ട് മനുഷ്യൻ നടന്നു വരുന്നത് പോലെ ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിന്റെ സവിധത്തിലേക്ക് വന്നപ്പോ അറാബിയായ മനുഷ്യൻ ഓതി വന്നുകൊണ്ട് പറഞ്ഞു, കഫാനി കഫാനി യാ റസൂലല്ലാഹ്, എനിക്ക് മതിയേ ഹബീബ്,
ഹബീബേ, എനിക്ക് മതി ഹബീബേ. ഇതിനേക്കാൾ വലിയൊരു ദൃഷ്ടാന്തം ഈ എനിക്ക് എന്റെ കണ്ണുകൊണ്ട് കാണണ്ട ഹബീബേ. എന്റെ ഈമാൻ അധികരിച്ചിട്ടുണ്ട്. ഇത്രയും വലിയൊരു വടവൃക്ഷം അത് വരുമെന്നൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല. പക്ഷെ എന്റെ കണ്ണിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എനിക്ക് മതി, ഇനി സുജൂദ് ചെയ്യണമെന്നില്ല വടവൃക്ഷം. ഞാൻ അങ്ങേക്ക് സുജൂദ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഹബീബേ. അസ്ജുദു ലക അസ്ജുദു ലക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, അവിടുത്തേക്കൊന്ന് സുജൂദ് ചെയ്യുവാൻ എന്നെ ഒന്ന് അനുവദിച്ചാലും ഹബീബേ. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞ ഒരു മറുപടിയുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരിമാര് ശ്രദ്ധിക്കേണ്ടതാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാർ ശ്രദ്ധിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂല് ആ പാവപ്പെട്ട സഹാബിയോട് പറഞ്ഞു, നീ എനിക്ക് സുജൂദ് ചെയ്യരുത് കേട്ടോ, ലാ ചെയ്യരുത് കേട്ടോ. നീ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ലൗ കുന്തു ആമുറു അഹദൻ അൻ യസ്ജുദ ലഅമറുതുൽ മർഅത അൻ തസ്ജുദ ലിസൗജതിഹാ. ലൗ കുന്തു ആമുറു അഹദൻ അൻ യസ്ജുദ, ഒരു മനുഷ്യനോട് ഞാൻ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ലഅമറുതുൽ മർഅത അൻ തസ്ജുദ ലിസൗജിഹാ, സ്ത്രീക്ക് അവരുടെ ഭർത്താവിനോട് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി. പക്ഷെ ഞാൻ അങ്ങനെ കൽപ്പിക്കുന്നില്ല. കാരണം ഭാര്യ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ പാടില്ല, ഹറാമാണ്. ഒരു പക്ഷേ ഞാൻ ഏതെങ്കിലും ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഞാൻ കൽപ്പിച്ചിരുന്നേനെ ആരെ? ഒരു ഭാര്യ ഭർത്താവിന് സുജൂദ് ചെയ്യട്ടെ, ആ ഭർത്താവിൻ്റെ കടമയും ബാധ്യതയും എങ്കിലും അവൾ നിറവേറ്റിയവളാകുള്ളൂ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ വ്യക്തികളും ചിന്തിക്കട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരിമാർ ശ്രദ്ധിക്കട്ടെ. നമ്മുടെ നാക്ക് നിയന്ത്രിക്കണം. വളഞ്ഞ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് നമ്മുടെ ഭർത്താക്കന്മാരെ കുറ്റം പറഞ്ഞ് നടക്കാൻ പാടില്ല. അവർ ചെയ്തതായ കാര്യങ്ങൾ അത് മോശമാണ്. അവർ വസ്ത്രം വാങ്ങി വരുമ്പോൾ, അവർ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഏത് രീതിയിലാണ് സമീപിക്കേണ്ടത് എന്ന് വിശുദ്ധ ഇസ്ലാം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ സലാം എടുത്തു പോയല്ലോ അല്ലേ? അസ്സലാമു അലൈക്കും എന്നുള്ളത് റോഡുകളിൽ പറയുന്നു. വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ വീട്ടിൽ പറയുന്നുണ്ടോ? നമ്മുടെ വീട്ടിൽ പറയുന്നുണ്ടോ? ഇല്ല. എന്തേ കാരണം? നമ്മളത് നമ്മുടെ മദ്രസയിൽ പഠിച്ചത് നമ്മുടെ കമ്പോളത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മൾ പ്രാവർത്തികമാക്കി. നമ്മുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ വീട്ടിലുള്ള ഉമ്മയ്ക്കും ഭാര്യയ്ക്കും നമ്മൾ നൽകുന്നില്ല. ഇല്ലെങ്കിൽ വീട്ടിലുള്ള സ്ത്രീകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള ഭാര്യ അല്ലെങ്കിൽ ഉമ്മ അയൽപക്കത്തെ പാത്തുമ്മ താത്തായെ കാണാൻ പോകുമ്പോൾ അവരോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് സംസാരം തുടങ്ങുന്നതിന് മുമ്പ്, അരി വാങ്ങാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് സലാം പറഞ്ഞുവെങ്കിൽ എത്ര മഹത്തരമാണ്. പ്രവാചകൻ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, സിലു അർഹാമകും ബിസ്സലാം. കുടുംബബന്ധം നിങ്ങൾ ചേർത്തുകൊള്ളട്ടെ, സലാം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചേർക്കട്ടെ. സിലു അർഹാമകും വലൗ ബിസ്സലാം. സലാം പറഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾ പരസ്പരം കുടുംബബന്ധം ചേർക്കണേ. അതിൻ്റെ മഹത്വം വലുതാണ്. അയൽപക്ക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തണേ. അതിൻ്റെ വലിപ്പം വളരെ മഹത്തരമാണ്. വിശുദ്ധ ഇസ്ലാം അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്ന പാഠ്യമാണ്. ഓരോ വ്യക്തികളും ചിന്തിക്കട്ടെ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മകൾ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ, അലി റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോൾ ഓടിച്ചെന്നുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് കൈ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് വിശറി കൊണ്ട് വീശിക്കൊടുത്തിട്ട് അകത്ത് നിന്ന് നല്ല വെള്ളം കൊണ്ടുവന്ന് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ദാഹം ശമിപ്പിച്ചതിന് ശേഷമേ പോയ കാര്യം എന്താണ് എന്നുള്ളത് കൂടി അന്വേഷിക്കൂ. നമ്മളാണെങ്കിലോ കല്യാണത്തിന് വസ്ത്രം വാങ്ങാൻ വേണ്ടി പറഞ്ഞു വിട്ടാ പർച്ചേസിന്, ഭർത്താവ് ഇങ്ങോട്ട് വന്ന് കയറുമ്പോൾ ആദ്യം കയ്യിലോട്ടാണ് നോക്കുന്നത്. കൈ കിറ്റുണ്ടെങ്കിൽ മൈൻഡ് ചെയ്യുക, ഇല്ലെങ്കിൽ അകത്തോട്ട് കയറിപ്പോയേക്കും. പുറകിൽ പോയി അലക്കും തോണി, പുള്ളി പിന്നെ മൈൻഡില്ല. അത് പാടില്ല. അല്ലാഹുവിൻ്റെ റസൂൽ പ്രവാചകൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അയ്യുമംറഅത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാളിൻ ദഖലത്തിൽ ജന്ന. ഒരു സ്ത്രീ അവളുടെ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഭാര്യ മരണപ്പെട്ടു പോയാൽ, ഒരു സ്ത്രീ മരണപ്പെടുകയാണ്, ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ ഭർത്താവ് അവളെ തൊട്ട് വളരെ സംതൃപ്തനാണ്, തൃപ്തിയടഞ്ഞവനാണെങ്കിൽ അവൾ സ്വർഗത്തിലാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഭർത്താവിൻ്റെ തൃപ്തിയില്ലാതെ ഒരു പെണ്ണിന് എവിടേക്കും പോകാൻ പാടില്ല എന്ന് ഈ വിശുദ്ധമായ ഹദീസിന്റെ വെളിച്ചത്തിൽ മനുഷ്യൻ മനസ്സിലാക്കട്ടെ.
അസ്മാ ബിൻത് യസീദ് അൽ അൻസാരി റളിയല്ലാഹു അൻ മഹദി അവറുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് വന്നുകൊണ്ടൊരു പരാതി പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലേ, എനിക്കൊരു പരാതിയുണ്ട്. എന്താണെന്നറിയുമോ? മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ സഹാബികളായ വ്യക്തികൾ അവർ ജിഹാദിന് പോകുന്നുണ്ട്, അവർ ജമാഅത്തിന് നിസ്കരിക്കാൻ പോകുന്നുണ്ട്, അവർ നന്മകളിൽ വ്യാപൃതരാകുന്നുണ്ട്, അവർ സുഹൃതങ്ങൾ ധാരാളം ചെയ്യുന്നവരുണ്ട്, അവർ പരിശുദ്ധമായ യുദ്ധത്തിന് വേണ്ടി അവർ പോകുന്നുണ്ട്, ഹജ്ജ് കർമ്മങ്ങൾക്ക് പലപ്പോഴും അവർ കൂടുതൽ മുൻപന്തിയിലുണ്ട്, ദാനധർമ്മങ്ങളിൽ പലപ്പോഴും സ്ത്രീകളെക്കാൾ മുൻപന്തിയിലവരാണ്. ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ തൃപ്തി കരഗതമാക്കാനുള്ള ഒരു മാർഗം, ഒരു എളുപ്പമാർഗം ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് അസ്മാ ബിൻത് യസീദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹാ അള്ളാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലെത്തിക്കൊണ്ട് പ്രവാചകരോട് വന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂല് ആ മഹദിക്ക് കൊടുത്തതായ അഡ്വാൻസ് എന്താണെന്നറിയുമോ? നിന്റെ ഭാര്യ അസ്മായെ, നിന്റെ ഭർത്താവിനെ നീ നല്ല രീതിയിൽ ശുശ്രൂഷിച്ചുകൊണ്ട് അവന്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് അവനിൽ സംതൃപ്തനാകാൻ നീ ശ്രമിക്കുക. എങ്കിൽ റബ്ബിന്റെ തൃപ്തി നിനക്ക് കരഗതമാക്കാൻ സാധിക്കുമെന്ന് ഷഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ. നീ ജിഹാദിന് പോകുന്നതിനേക്കാൾ, യുദ്ധത്തിന് പോകുന്നതിനേക്കാൾ, രണഭൂമിയിൽ പോയി ശത്രുപക്ഷത്തോട് ഏറ്റുമുട്ടുന്നതിനേക്കാൾ, ജമാഅത്തിന് വേണ്ടി വീട് വിട്ട് പുറത്തു പോകുന്നതിനേക്കാൾ നിനക്ക് ഏറ്റവും അത്യുത്തമമായത് അസ്മായെ, നിന്റെ ഭർത്താവിനെ നീ അനുസരിക്കലാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവിനെ ഏതു വിധേനയും സന്തോഷിപ്പിക്കാൻ ഒരു ഭാര്യയ്ക്ക് കഴിയണം. ഓട്ടമത്സരം നടത്താമല്ലോ വിശുദ്ധ ഇസ്ലാമിൽ. ഓട്ടമത്സരം ബാക്കി ഉസ്താദ് പറഞ്ഞിട്ട് പോകും, നാളെ ഇതിലേ കൂടെ ഭാര്യയും ഭർത്താവും കൂടെ കവലയെ കൂടെ ഓട്ടമത്സരമായിരിക്കും. ഓട്ടമത്സരം നടത്തേണ്ടത് എവിടെ? വീടിൻ്റെ പിന്നാമ്പുറത്ത് സ്ഥലമുണ്ടെങ്കിൽ, മറ്റാരും കാണുന്നില്ല, മറയുണ്ടെങ്കിൽ അവിടെ നടത്തുന്ന കാര്യത്തെക്കുറിച്ചായി പറയുന്നത്. പ്രവാചകൻ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വര വരച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്ന അവിടുത്തെ പ്രിയതമയായ ഭാര്യയെ കൂട്ടി. എന്നിട്ട് രണ്ടുപേരും കൂടി ഓട്ടമത്സരം നടത്തുകയാണ്. ചെറുപ്പക്കാരിയായിരുന്ന ആയിഷ ബീവി അള്ളാഹുവിന്റെ റസൂലിനെ മുൻകടന്നു. അള്ളാഹുവിന്റെ റസൂലിന് ആയിഷ ബീവി പറഞ്ഞു, പ്രവാചകരെ, അവിടുത്തോടൊരു കടം വെച്ചിരിക്കുന്നു, ഞാൻ ഒരു നേർച്ചക്കടഞ്ഞ് വെച്ചിരിക്കുക. എന്തേ? ഓടി തോപ്പിച്ചല്ലോ. പ്രവാചകൻ ഇത് കേട്ടുകൊണ്ട് പുഞ്ചിരിച്ചു. കാരണം പ്രവാചകന്റെ കാൽ വളരെ ചെറുപ്പമാണല്ലോ ആയിഷ ബീവി. കാലഘട്ടം കുറെ കഴിഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കൽ വളരെ ശാരീരികമായി അസ്വസ്ഥതയിലായിരിക്കുന്ന ഒരു സമയത്ത് പ്രവാചകൻ വിളിച്ചു, ബാ, ഒരു വര വരച്ചു, നമുക്ക് ഓട്ടമത്സരം നടത്താം. അള്ളാഹുവിന്റെ റസൂലിനെ ധിക്കരിക്കാൻ തയ്യാറാകാതിരുന്ന ഭാര്യ പ്രവാചകന്റെ ആ വിളിയിൽ ഉത്തരം ചെയ്തു. രണ്ടുപേരും കൂടി ഓടി. അന്ന് പ്രവാചകൻ തിരിച്ചു ജയിച്ചു. പ്രവാചകനാണ് വിജയിച്ചത്. നോക്കണം നിങ്ങൾ, ആരാണ് ഈ ഓട്ടമത്സരം നടത്തുന്നത്? ലോകത്തിന്റെ നായകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുമാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും മനസ്സിലാക്കണം, പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും നിലനിർത്തണമെങ്കിൽ ഇത്തരത്തിലുള്ളതായ തമാശകളും ഇത്തരത്തിലുള്ളതായ രീതികളും വേണം. അല്ല, കാണുമ്പോൾ തന്നെ ചാടി ഭർത്താവിനോട് ദേഷ്യപ്പെടുന്ന ഒരു പ്രകൃതം മുഅ്മിനത്തുകളായ സ്ത്രീകൾക്ക് നല്ലതല്ല. എന്തെങ്കിലും ഒരു ചെറിയ വിഷയമുണ്ടാകുമ്പോൾ അവരോട് ചാടിക്കേറുന്നു. അറിയുമോ നിങ്ങൾക്ക്, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സവിധത്തിലേക്ക് ഒരു സുപ്രഭാതത്തിൽ വരികയാണ്. പ്രവാചകന്റെ സവിധത്തിലേക്ക് എത്തിയപ്പോൾ ഫാത്തിമയുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു. കാണുന്നു സൽമാനുൽ ഫാരിസി എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്തിൽപ്പെട്ട ചുവന്നു തൊടുത്ത സ്വഹാബി സവിധത്തിലിരിക്കുമ്പോഴാണ് മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. അലിയാരി തങ്ങൾ വിവാഹം കഴിച്ചു അല്പനാളുകൾക്ക് ശേഷമാണിത്. എന്തു പറ്റി മകളെ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു സംഭവം അവിടെ വിവരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലെ, ഞാനും എൻ്റെ ഭർത്താവായ അലിയാരി തങ്ങളും 2 ദിവസമായി പിണക്കത്തിലായിരുന്നു. അങ്ങനെ പിണങ്ങിയിരുന്നതായ അലിയാരി തങ്ങളെ ഞാനൊന്ന് അനുനയിപ്പിക്കാൻ, എനിക്കൊന്ന് സന്തോഷം പകരുവാൻ, ഞങ്ങൾ തമ്മിൽ കൂട്ടുകൂടുവാൻ വേണ്ടി, അഥവാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുമെങ്കിലും ഒരു ചെറിയ വിഷയത്തിലുടക്ക്, അല്ലാതെ 2 ദിവസം പിണങ്ങി മാറി കടന്നു എന്നല്ല ഈ പറയുന്നത്. ചെറിയൊരു വിഷയത്തിൽ 2 പേർക്കും അഭിപ്രായ വ്യത്യാസം, ഒരു മസലയിൽ. ആ വിഷയത്തിൻ്റെ പേരിൽ അതൊന്ന് അനുനയിപ്പിക്കാൻ വേണ്ടി, പരസ്പരം സ്നേഹം കൈവരാൻ വേണ്ടി
ഞാൻ അലിയാര് തങ്ങളുടെ സവിധത്തിൽ കൂടി. എന്നിട്ടോ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, വതുഫ്തു ബൈനഹു 72. അദ്ദേഹത്തിന്റെ ചുറ്റും അലിരാലിയ തങ്ങൾ ഇരിക്കുമ്പോ അദ്ദേഹത്തിന്റെ ചുറ്റും ഞാൻ 72 പ്രാവശ്യം വലയം ചെയ്തു. 72 പ്രാവശ്യം. എന്തിനു വേണ്ടി? അദ്ദേഹത്തെ ഒന്ന് പുഞ്ചിരിപ്പിക്കാൻ, അദ്ദേഹത്തിന്റെ ഒന്ന് പല്ലൊന്ന് വെളിയിലൊന്ന് കാണാൻ. അവസാനം 72 പ്രാവശ്യം ഞാൻ വലയം ചെയ്യുമ്പോഴും, ഞാൻ ഓരോ വട്ടം വലയം ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പദമുണ്ട്, യാ ഹബീബി ഇർള അന്നി, യാ ഹബീബി ഇർള അന്നി. എൻ്റെ പ്രിയതമായ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, എൻ്റെ സഹവർത്തിത്വത്തോടുകൂടി കഴിയുന്ന എൻ്റെ ഭർത്താവേ, എന്നോട് ക്ഷമിക്കണമേ, എന്നെ തൃപ്തിപ്പെടണേ, എന്നെ പൊരുത്തപ്പെടണേ, എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ വന്നു പോയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാര്യ ഭർത്താവിൻ്റെ തുന്നിൽ വലയം വെക്കുകയാണ്. ആരാണ് ഈ ഭാര്യ എന്നറിയുമോ? ലോകത്തിൻ്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളാണ്. ഫാത്തിമത്തു ബിദ്അത്തും മിന്നീ, ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ പരിചയപ്പെടുത്തിയ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ബഹുമാനപ്പെട്ട അലിയാര് തങ്ങളുടെ അടുക്കൽ പ്രശ്നം പരിഹാരത്തിന് വേണ്ടി നടക്കുകയാണ്. എത്ര പ്രാവശ്യമാണ്? വതുഫ്തു ബൈനഹു 72 പ്രാവശ്യം. അവസാനം 72 പ്രാവശ്യം എൻ്റെ പ്രിയതമന്റെ ചുറ്റും ഞാൻ നടന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പല്ലൊന്ന് വെളിയിൽ കണ്ടു. ഫതബസ്സമ, അദ്ദേഹം പുഞ്ചിരിച്ചു. അത് കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന് എന്നോട് സ്നേഹമുണ്ട്, എന്നോട് വല്ലാത്ത താല്പര്യമുണ്ട് എന്ന് ഞാൻ അതിലൂടെ വായിച്ചെറിഞ്ഞു. പിന്നെന്താ നീ കരയാനുള്ള കാരണം? ആ സംഭവം ഞാൻ പറഞ്ഞപ്പോൾ, അത് ഓർത്തുകൊണ്ട് വന്നപ്പോൾ ഞാൻ അറിയാതെ വിങ്ങിപ്പൊട്ടിപ്പോയതാണ്. അതിൻ്റെ സന്തോഷത്തിൻ്റെ കണ്ണീരാണ് എനിക്ക് വന്നത് എന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സവിധത്തിലെത്തിക്കൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ എന്ന മകൾ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ഓരോരുത്തരും ചിന്തിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ഓരോരുത്തരും ചിന്തിക്കട്ടെ. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമുണ്ടാകുമ്പോൾ ഭർത്താവ് ഒരു ചെറിയൊരു വാക്ക് പറയുമ്പോൾ തൻ്റെ വീട്ടുകാരെ കുറിച്ച് മോശമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് എടുത്തു ചാടിക്കൊണ്ട് പെട്ടിയും കിടക്കയും എടുത്തിറങ്ങുന്നവന്റെ മനസ്സിലാക്കുക, അല്ലാഹുവിന്റെ റസൂലിന്റെ മകളുടെ അധ്യാപനമാണ് നിങ്ങൾക്ക് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ചെയ്തത് എങ്ങനെയാ, അവിടുത്തെ ജീവിതത്തിൽ കാണിച്ച മാതൃക എങ്ങനെയാ, ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും മുസ്ലിമാത്തുകൾക്കും എന്നോളം മനസ്സിലാക്കാനുള്ള ചരിത്രം അലിയാര് തങ്ങളുടെയും ഫാത്തിമ ബീവിയുടെയും ഈ ചരിത്രത്തിലൂടെയുണ്ട് എന്ന് ചരിത്രകാരന്മാർ പോലും വിശേഷിപ്പിക്കുമ്പോ, എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അലിയാര് തങ്ങളോട് പറയുകയാ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞുവത്രേ, ഓ ഫാത്തിമ, ലൗ മിത്തി യാ ഫാത്തിമ ഫീ ലൈലത്തിൽ ബാരിഹ മാ സല്ലൈതു അലൈകി. ശ്രദ്ധിക്കണം നിങ്ങൾ, എന്താ പറഞ്ഞെന്നറിയോ? ലൗ മിത്തി യാ ഫാത്തിമ ഫീ ലൈലത്തിൽ ബാരിഹ, ഈ കഴിഞ്ഞ രാത്രിയിലെങ്ങാണം എൻ്റെ ഫാത്തിമ ആ പിണങ്ങിയിരിക്കുന്ന വേളയിലെങ്ങാണം നീ മരണപ്പെട്ടിരുന്നെങ്കിൽ, ഈ ലോകത്ത് നിന്ന് നീ ദിവംഗതയായിരുന്നുവെങ്കിൽ, ഈ ലോകത്ത് നിന്ന് പാരത്രിക ലോകത്തേക്ക് നിന്റെ ആത്മാവിനെ പിടിച്ചുകൊണ്ട് അസ്രായിൽ അലൈഹിസ്സലാം പറന്നകലുന്നെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട ഫാത്തിമ, മാ സല്ലൈതു അലൈകി, നിന്റെ പിതാവാകുന്ന ഈ ലോകത്തിന്റെ നായകനാകുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ഈ ഞാൻ നിന്റെ മേൽ മയ്യത്ത് നിസ്കരിക്കുകയില്ലായിരുന്നു ഫാത്തിമ. നീ ഭർത്താവിനോട് പിണങ്ങിയതിന്റെ പേരിൽ നീ ഇന്നലെ രാത്രിയെങ്ങാണം പൊരുത്തപ്പെടിക്കുന്നതിന് മുമ്പ് 72 പ്രാവശ്യം വലയം ചെയ്തിട്ടാണല്ലോ നീ പൊരുത്തപ്പെടിച്ചതെന്ന് പറഞ്ഞു. അത് വലിയ കാര്യമൊന്നുമല്ല ഫാത്തിമ. അതിനേക്കാൾ വലിയ പ്രശ്നം, നീ എങ്ങാണം ഇന്നലെ രാത്രിയിൽ പൊരുത്തപ്പെടിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ മനസ്സിലാക്കിക്കോ, ലോകത്തുള്ള മുഴുവൻ മുഅ്മിനാത്തുകളും മനസ്സിലാക്കിക്കോ, ഓരോ സഹോദരിമാരും മനസ്സിലാക്കിക്കോ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ അധ്യാപനവും ഈ പാഠവും, ലൗ സല്ലൈതു അലൈകി മാ സല്ലൈതു അലൈകി, നിന്റെ മേൽ ഞാൻ മയ്യത്ത് നിസ്കരിക്കുകയില്ലായിരുന്നു. എന്തേ കാര്യമെന്നറിയുമോ? ഇന്ന റിളല്ലാഹി അലാ റിളസ്സൗജി
അള്ളാഹുവിന്റെ സംതൃപ്തി എന്ന് പറയുന്നത് ഈ ലോകത്ത് മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സംഹാരകർത്താവായ പടച്ചറബിന്റെ സംതൃപ്തി എന്ന് പറയുന്നത് ഒരു ഭർത്താവിന്റെ സംതൃപ്തിയിലാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. വഇന്ന സഖതല്ലാഹ് അലാ സഖതി സൗജി. അള്ളാഹുവിന്റെ കോപം, ക്രോധം എന്ന് പറയുന്നത്, അള്ളാഹു ദേഷ്യപ്പെടുന്നത് ആരോടെന്നറിയുമോ? ഒരു ഭാര്യ ഭർത്താവിന് പിണങ്ങിയിരിക്കുകയാണെങ്കിൽ ആ ഭാര്യയോടാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ കോപമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഓരോരുത്തരും ചിന്തിക്കട്ടെ. എന്നാൽ ചില പെണ്ണുങ്ങളുണ്ട്, ചില സ്ത്രീകളുണ്ട്, അവർക്ക് ഈ ലോകത്ത് വിശുദ്ധ ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവുമില്ല, സ്വാതന്ത്ര്യവുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വസ്ത്രവിധാനം ശ്രദ്ധിക്കാതെ ഗൾഫിൽ കിടക്കുന്ന ഭർത്താവ് അയച്ചു കൊടുക്കുന്ന സർവ്വവിധ പണം കൊണ്ടും പേക്കൂത്തുകൾക്കും അരങ്ങേറ്റങ്ങൾക്കും കാണിക്കുന്ന സ്ത്രീകൾ, അവർ റോഡ് മുഴുവനും തെണ്ടുകയാണ്, കവലകൾ മുഴുവനും ഇറങ്ങുകയാണ്, നിരങ്ങുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ അവരെ കുറിച്ച് പറയുന്നു, ഇന്നി ലഉബ്ഗിദുൽ മർഅ, ഞാനൊരു പെണ്ണിനെ വെറുക്കുന്നുണ്ട്. ശ്രദ്ധിക്കണം നിങ്ങൾ, ഞാനൊരു പെണ്ണിനെ വല്ലാതെ കോപിക്കുന്നുണ്ട്, ദേഷ്യപ്പെടുന്നുണ്ട്. ഒരു പെണ്ണിനോട് എനിക്ക് വല്ലാത്ത ദേഷ്യമാ, എനിക്ക് കണ്ണിൽ കാണാൻ സാധിക്കുന്നില്ല, അവളെ എനിക്ക് കാണണ്ട എന്നാ അതിൻ്റെ അർത്ഥം. ആരെന്നറിയണ്ടേ? ഇന്നി ലഉബ്ഗിദുൽ മർഅ തഖ്റുജു മിൻ ബൈതിഹാ തജുറു ദൈലഹാ വതശ്കൂ സൗജഹാ. ഭർത്താവ് അവൾക്ക് കൊടുത്തതായ സാമ്പത്തികം കുറഞ്ഞുപോയി, ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്ത, മരുഭൂമിയിൽ കഷ്ടപ്പെട്ടുകൊണ്ട് അധ്വാനിച്ചുകൊണ്ട് അയച്ചു കൊടുത്തതായ ധനം അത് കുറഞ്ഞുപോയി എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരികളോടൊപ്പം മുഴുവനും കറങ്ങി നടക്കുന്ന പെണ്ണെ, വീഗാലാൻഡിലും കോവളം ബീച്ചിലും ആലപ്പുഴയുടെ ബീച്ചിലും കറങ്ങി നടന്നുകൊണ്ട് ഐസ്ക്രീം നുണഞ്ഞുകൊണ്ട് കാമുകന്റെ തോളത്ത് കൈയിട്ടുകൊണ്ട് നടക്കുന്ന പെണ്ണെ, നീ ചിന്തിക്കട്ടെ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ വാക്യം നിന്നോട് വല്ലാത്ത ദേഷ്യമുണ്ട് കേട്ടോ. അള്ളാഹുവിന് കേട്ടോ, അവന്റെ റസൂലിന് കേട്ടോ. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നി ലഉബ്ഗിദുൽ മർഅ, ഞാനൊരു പെണ്ണിനെ വല്ലാതെ ദേഷ്യം വെക്കുന്നുണ്ട്. ആരെന്നറിയുമോ ലോകമേ? തജുറു ദൈലഹാ, അവരുടെ ശരീരത്തിന്റെ വസ്ത്രത്തിന്റെ കോന്തൽ റോഡിലൂടെ വലിച്ചഴച്ച് നടക്കുന്നു. അഥവാ ഈ ഹദീസിനർത്ഥം പറഞ്ഞ മുഴുവൻ മുഫസ്സിരീങ്ങളും മുഹദ്ദിസീങ്ങളും പറഞ്ഞു, എന്തെന്നറിയുമോ? അവൾ വസ്ത്രം വലിച്ചഴച്ച് നടക്കുക എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനം അവൾ നരകങ്ങളും നഗരങ്ങളും സർവ്വസ്ഥലങ്ങളും മുഴുവനും തെണ്ടുകയാണ്, കടകമ്പോളങ്ങളിൽ നിരങ്ങുകയാണ്, എല്ലാ സ്ഥലങ്ങളും അവൾ കയറിയിറങ്ങുകയാണ്, എല്ലാ ഷോപ്പിംഗ് കോംപ്ലക്സിലും കയറിയിറങ്ങുന്നു. ഷോപ്പിംഗ് എന്ന പേരിൽ അവൾ ഇറങ്ങി നടക്കുകയാ. അവളോട് ചോദിക്കുമ്പോൾ അവൾ പറയുമത്രേ, അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറയുന്നു, ഐന തുരീദീൻ, എവിടെയാ മോളെ നീ പോകുന്നത് എന്ന് ചോദിക്കുമ്പോ അവൾ പറയുന്നു അത്രേ, ഞാൻ പോകുന്നതോ അശുദു ജനാസ, അശുദു ജനാസ, ഞാനൊരു മരിപ്പ് വീട്ടിലേക്ക് പോകുകയാണ്. ചോദിക്കുമ്പോൾ പെണ്ണുങ്ങൾ ഇങ്ങനെ കറങ്ങി നടക്കുക. ചോദിക്കുമ്പോൾ പറയാം, ഞാൻ ഒരു മരിപ്പ് വീട്ടിൽ പോയ ഉസ്താദേ എന്ന്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞ വ്യക്തമായ കാഴ്ചപ്പാടായി പറഞ്ഞു. മോശപ്പെട്ട സ്ത്രീകൾ ചോദിക്കുമ്പോൾ അവൾ കളവ് പറയും. അവൾ പറയും അത്രേ, ഞാനൊരു മരിപ്പൂട്ടി പോയിട്ട് വരിക, ഞാനൊരു രോഗസന്ദർശനം നടത്തി തിരിച്ചു വരികയാ എന്നിത്യാദി കള്ളം പറയുന്ന പെണ്ണാളവൾ. അള്ളാഹുവിന്റെ റസൂൽ അവിടെ പരിചയപ്പെടുത്തുകയാണ്, അവരുടെ വിശേഷണങ്ങൾ എണ്ണി പറയുക. ചോദിക്കുമ്പോൾ നിങ്ങൾ ചോദിച്ചു നോക്ക്, അവളോട് എവിടെ പോവുക? കവല നിരങ്ങുന്ന പെണ്ണിനോട് ചോദിക്കുമ്പോൾ അവൾ പറയും, ഞാനൊരു മരിപ്പൂട്ടി പോയിട്ട് വരിക, ഒരു കൂട്ടുകാരിയെ കാണാൻ പോയിട്ട് വരികയാണെന്ന്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പ്രവാചകൻ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവളെ എനിക്ക് കാണണ്ട, എനിക്ക് അവളെ വല്ലാത്ത ദേഷ്യമാണ്. തീർന്നില്ല അവളുടെ പരാതി എന്തെന്നറിയുമോ? സർവ്വ വീടുകളും കൂട്ടുകാരികളുടെ വീടിലും കടകമ്പോളങ്ങളിലും അയൽവക്കക്കാരോടുമെല്ലാം കൂട്ടുകാരികളോടും അവൾ ഫോൺ വിളിച്ചുകൊണ്ടും സ്വറ പറയുന്നത്, കാമുകരോട് വിളിച്ചുകൊൾ പറയുന്നത് എന്താണെന്നറിയുമോ? പാപപ്പെട്ട ഭർത്താവിന്റെ കാര്യമാ. തഷ്കൂ സൗജഹാ, ഭർത്താവ്
ഭർത്താവിനെ കുറിച്ച് മോശമായ രീതിയിൽ അവൾ പറയുകയാ. ഭർത്താവാണ് അവളുടെ പരാതി വിഷയം. ഭർത്താവിനെ കുറിച്ച് അവൾ മോശമായി ചിത്രീകരിക്കുകയാ. ലോകത്തിന്റെ മുന്നിൽ പാവപ്പെട്ട ഭർത്താവ് അവൾ കഴിച്ചു കൊടുത്ത ധനത്തെ കുറിച്ചല്ല അവൾ സംസാരിക്കുന്നത്. ആ ഭർത്താവ് അയച്ചു കൊടുത്ത ധനം എനിക്ക് കുറഞ്ഞുപോയി, സമ്പത്ത് എനിക്ക് കുറഞ്ഞുപോയി, അയാൾ എന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല, എനിക്ക് വസ്ത്രം നൽകുന്നില്ല എന്നിത്യാദി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ പാവപ്പെട്ട മനുഷ്യൻ കൊടുത്ത സമ്പത്തിനെ കുറിച്ച് നല്ലത് പറയുകയല്ല, അത് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് കടകമ്പോളങ്ങളിൽ നിറങ്ങുന്ന പെണ്ണേ, നിന്നെ അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെടുന്നില്ലെന്ന് മാത്രമല്ല, തീർച്ചയായും ആ പെണ്ണിനെ ഞാൻ വെറുക്കുന്നുണ്ട്, ഞാൻ ദേഷ്യം പിടിക്കുന്നുണ്ട് എന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ള സഹോദരങ്ങളെ, മനസ്സിലാക്കണം. ഇമാം തൊബ്രാനി ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. എന്താണെന്നറിയുമോ? ആ സ്ത്രീയോട് ചോദിക്കുമ്പോൾ അവൾ പറയും, ഞാൻ കറങ്ങാൻ പോയതല്ല. എവിടെ പോയതാണ്? വസ്ത്രം വാങ്ങാൻ പോയതാണ്, ഇല്ലെങ്കിൽ രോഗിയെ സന്ദർശിക്കാൻ പോയതാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, വളരെയേറെ ശ്രദ്ധിക്കേണ്ട വിഷയമാണിത്. ഈ രീതിയിൽ പങ്കെടുക്കുന്ന, ഈ രീതിയിൽ പുറപ്പെടുന്ന പെണ്ണുങ്ങൾ, വീട് വിട്ട് പുറത്തിടുന്ന പെണ്ണുങ്ങൾ ചിന്തിക്കട്ടെ, അവർ വീട് വിട്ട് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഭർത്താവിൻ്റെ അനുമതിയോടുകൂടിയാണോ അവൾ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ഇറങ്ങിപ്പെടുന്നത്? എങ്കിൽ പ്രശ്നമല്ല. വിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങളും ചട്ടങ്ങളും ഖുർആനിന്റെ അധ്യാപനങ്ങളും ഇന്നും മാറിയിട്ടില്ല. ഖുർആനിന്റെ തിരുസുന്നത്തിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ മാത്രമാണ് ഇവിടെ സംസാരിക്കുന്നത്. സ്ത്രീകളെ ഒരു വീട്ടിനകത്ത് അടച്ചിടണമെന്നല്ല ഈ പറയുന്നത്, മറിച്ച് ആവശ്യത്തിന് പുറപ്പെടണം. പക്ഷെ ആ ആവശ്യം അനാവശ്യമായി പോകരുത്, അത് പേക്കൂത്തുകളിലേക്കും അരങ്ങേറ്റങ്ങളിലേക്കുമായി പോകരുത് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കാലഘട്ടത്തിന്റെ വിപത്തുകൾ മുന്നിൽ നിൽക്കുമ്പോൾ, സർവേകൾ മുന്നിൽ നിൽക്കുമ്പോൾ വളരെ അത്യന്താപേക്ഷിതമാണ് ഈ പറച്ചിലും ഈ കേൾക്കലുമെന്ന് നിങ്ങൾ ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്. അറിയുമോ നിങ്ങൾക്ക്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കാലഘട്ടത്തിൽ ഒരു ഭർത്താവ് ഭാര്യയോട് പറഞ്ഞുവത്രേ, മാളിക മുകളിൽ കയറിയിരിക്കുന്ന ഭാര്യയോട് പറഞ്ഞു, നീ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങരുത്, ഇതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ പാടില്ല. താഴത്തെ നിലയിൽ നിന്റെ ഉപ്പയുണ്ട്, നിന്റെ സ്വന്തം പിതാവുണ്ട്, അയാൾ രോഗശയ്യയിലാണ്, അയാളെ ചികിത്സിക്കാൻ പോലും നീ ഇറങ്ങാൻ പാടില്ല, ഇവിടെ തന്നെ ഇരിക്കണം. ആരാ പറഞ്ഞത്? ഒരു ഭർത്താവ് പറയുക. എപ്പോഴാ പറഞ്ഞത്? പ്രവാചകൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ. പഠിക്കണം നിങ്ങൾ സഹോദരിമാർ, വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ചരിത്രമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവമാ. ഭർത്താവ് ഭാര്യയോട് ഈ രീതിയിലുള്ള ശാഠ്യം പിടിച്ചതിന് ശേഷം, ഉപദേശ നിർദ്ദേശം കൊടുത്തതിന് ശേഷം പോയി യാത്ര പുറപ്പെടുകയാണ്. അല്പനേരം കഴിഞ്ഞപ്പോൾ അടിയിൽ നിന്നു ഒച്ച കേൾക്കുന്നു. ഉപ്പ വളരെ ശ്വാസം മുട്ടുന്നു, പ്രയാസപ്പെടുന്നു, രോഗം മൂർച്ഛിക്കുന്നു. ഇറങ്ങാൻ വേണ്ടി തുനിയാൻ താല്പര്യമുണ്ട്, ഭാര്യയ്ക്ക് തടങ്ങാത്ത ആഗ്രഹമുണ്ട്. സ്വന്തം ഉപ്പയാണ്, പക്ഷേ ഭർത്താവിന്റെ വിലക്ക് മറന്നുകൊണ്ട് എങ്ങനെ ഇറങ്ങും? ആ മുകളിൽ നിന്നുകൊണ്ട് ജനാല തുറന്നുകൊണ്ട് മറ്റൊരാളെ വിളിച്ചു, ഒരു അടിമയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിനെ ഒന്ന് വിവരമറിയിക്കണം, ഞാനിങ്ങനെ ഒന്ന് കുടുങ്ങിപ്പോയിട്ടുണ്ട്, ഇവിടെ എൻ്റെ ഭർത്താവ് എന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങരുത് എന്ന് എന്നോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശം പൊളിച്ചുകൊണ്ട് എനിക്ക് താഴോട്ട് എൻ്റെ ഉപ്പയെ ചികിത്സിക്കാൻ, ഉപ്പയ്ക്ക് ശുശ്രൂഷ കൊടുക്കാൻ വേണ്ടി ഇറങ്ങാൻ പറ്റുമോ എന്ന് ലോകത്തിന്റെ നേതാവിനോട് ചോദിക്കണമെന്ന് ഒരടിമപ്പെണ്ണിനെ പറഞ്ഞയക്കുകയാണ് ആ സ്ത്രീ. അടിമപ്പെണ്ണ് ചെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് വിവരം പറഞ്ഞു. പ്രവാചകൻ ചോദിച്ചു, ആ ഭർത്താവ് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ നിർബന്ധമായും അവിടെ തന്നെ ഇരിക്കണമെന്ന്? വളരെ ശാഠ്യത്തിലാണോ പറഞ്ഞത്? അതേ, വളരെ കണിശമായിട്ടാണ് പറഞ്ഞത്. എങ്കിൽ നീ അവിടെ തന്നെ നിലകൊള്ളുക. നിന്റെ ഉപ്പയ്ക്ക് രോഗം മുറിച്ചാലും പ്രശ്നമല്ല, ഭർത്താവിനെ അനുസരിക്കലാണ് അവന്റെ സംതൃപ്തിയാണ് നിനക്ക് ഏറ്റവും കരണീയമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അവസാനം ആ വാപ്പ അന്ന് രാത്രിയിൽ മരണപ്പെടുകയാണ്, രോഗം മൂർച്ഛിച്ച്. മറ്റു കുടുംബാദികളൊക്കെ വന്നു. മരണശയ്യയിൽ കിടന്ന അദ്ദേഹം നിലവിളിക്കുന്ന സമയത്തൊന്നും ഈ ഭാര്യയ്ക്ക്, ഈ മകൾക്ക് താഴോട്ടിറങ്ങാൻ അവസരമില്ല. അവിടെ കിടന്നു മരിക്കുകയാണ് അദ്ദേഹം, മരണപ്പെടുന്നു, ഈ ലോകത്ത് നിന്ന് വിട പറയുന്നു. വിട പറഞ്ഞതിന് ശേഷം ഇനിയെങ്കിലും താഴോട്ടിറങ്ങാൻ പറ്റുമോ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് അനുമതി ചോദിക്കുന്നു. പ്രവാചകൻ പറയുന്നു, നിന്റെ ഭർത്താവ് വളരെ കണിശിതമായിട്ടാണ് നിന്നോട് പറഞ്ഞരുത് എന്ന്
പറഞ്ഞിട്ടുള്ളതെങ്കിൽ മോളെ നീ ഇറങ്ങരുത് കേട്ടോ. ആ ഭർത്താവിന്റെ സംതൃപ്തിയാണ് ഏറ്റവും വലുത്. നിന്റെ വാപ്പയുടെ മരണാനന്തര ചടങ്ങിന് പോലും നീ ഇനി ഇറങ്ങേണ്ടതില്ല, ആ മുകളിൽ തന്നെ ഇരിക്കൽ മതി എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞപ്പോ ആ മഹദി മുകളിലിരുന്നു കൊണ്ട് പടച്ച റബ്ബിലേക്ക് കരമുയർത്തിക്കൊണ്ട് ദുആ ചെയ്തു, യാ അല്ലാഹ്, എന്റെ ഭർത്താവ് എത്രയും പെട്ടെന്ന് യാത്രയിൽ നിന്ന് മടങ്ങി വന്നാൽ മതിയായിരുന്നു. അന്ന് രാത്രി തന്നെ തലേ ദിവസം മരണപ്പെട്ടു പോയി ഉപ്പ. പിറ്റേ ദിവസം രാത്രിയിൽ ഭർത്താവ് വരികയാണ്. ഭർത്താവിനോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ ഇത്തരത്തിൽ പ്രവർത്തിക്കാനുള്ള കാരണം? അതിവളിൽ നിന്ന് ചില മോശമായ സ്വഭാവം എനിക്ക് വന്നു, എന്നോടുള്ള ചില പ്രതികരണങ്ങൾ വന്നപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വളരെ ശാഠ്യത്തിൽ പറഞ്ഞത്. പക്ഷെ ഇത്രത്തിലും ഗൗരവമാവുമെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 ദിവസം കഴിയുമ്പോ ഈ മരണപ്പെട്ടു പോയ ഉപ്പയെ സ്വപ്നം കാണുന്നു. അദ്ദേഹം സ്വർഗത്തിലാണ്, സ്വർഗത്തിൽ ഉല്ലസിക്കുന്നതായ വ്യക്തി. അതല്ലേ നേരത്തെ ഞാൻ പറഞ്ഞത്, സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടന്തു ക്ലേശം സാരമില്ല നിന്നിലേ. ജനമൊക്കെയും തൃണ വൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട, തിബുറു തന്നാ പിന്നെയും. ഈ കാലഘട്ടത്തിലുള്ള ജനങ്ങൾ മുഴുവനും അവഗണിച്ചാലും, അവരെല്ലാവരും കൂകി വിളിച്ചാലും, തെറി വിളിച്ചാലും, മാട്ടിയോടിച്ചാലും, സ്വർഗം എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം ആർക്കെങ്കിലും കരഗതമാക്കാൻ കിട്ടിയാൽ, ആ വീടാർക്കെങ്കിലും സ്വന്തമാക്കാൻ കിട്ടിയാൽ അതിലേറെ വലിയ മഹത്തരം ആർക്കെങ്കിലും ഉണ്ട് മുഅ്മിനേ. അതുകൊണ്ട് ആ സ്വർഗം നിന്റെ ഉപ്പയ്ക്ക് കരഗതമായിരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂൽ ആ സഹോദരിയോട് പറഞ്ഞപ്പോ ആ സഹോദരിയോട് അള്ളാഹുവിന്റെ റസൂല് തൊട്ടടുത്ത ശേഷം പറയാനുള്ള ഒരു കാരണമുണ്ട്. എന്തുകൊണ്ടാണെന്നറിയുമോ? നിന്റെ ഉപ്പയ്ക്ക് സ്വർഗം കരഗതമാക്കാൻ, അതും ജന്നാത്തുൽ ഫിർദൗസ് കിട്ടാനുള്ള കാരണമെന്നറിയുമോ? നീ ഭർത്താവിനെ അനുസരിച്ചുകൊണ്ട് മുകളിൽ തന്നെ കഴിഞ്ഞതാണ് മോളെ. ഭർത്താവിന്റെ സംതൃപ്തിക്ക് വേണ്ടി സ്വന്തം ഉപ്പ രോഗം മൂർച്ഛിച്ചപ്പോൾ സ്വന്തം ഉപ്പയുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പോലും താഴോട്ടിറങ്ങാതെ ഭർത്താവിന്റെ അനുമതി കാത്തുകൊണ്ട് മുകളിൽ കഴിഞ്ഞ മോളെ, നീ റബ്ബിന്റെ തൃപ്തിയിൽപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ തൃപ്തി നീ ഭർത്താവിനോട് കാണിച്ച സ്നേഹത്തിന്റെ, അനുകമ്പത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ മുഴുവൻ കാരണവും മേളിച്ചതിന്റെ പേരിൽ നിന്റെ ഉപ്പയ്ക്ക് അല്ലാഹു തആല പുറത്തു കൊടുത്തിരിക്കുന്നു. അയാൾ സ്വർഗത്തിലാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഓരോ മുഅ്മിനീങ്ങളും മനസ്സിലാക്കേണ്ടത്. ഭർത്താവിന്റെ സംതൃപ്തിയാണ് ഏറ്റവും വലുത്. ഏറ്റവും വലുത് ഭർത്താവിന്റെ സംതൃപ്തിയാണ്. അറിയുമോ നിങ്ങൾക്ക്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മെഹറാജിന്റെ രാവിൽ നരകം കണ്ട സംഭവം നമുക്കറിയാം. നിർത്താറായല്ലേ? ഒന്നര വരെ മതിയെന്ന്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അധ്യാപനങ്ങൾ വളരെ വ്യക്തമാണ്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ മെഹറാജിന്റെ രാവിൽ നരകം കണ്ട സംഭവം നമുക്ക് ഏവർക്കും അറിയാം, ഇല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റഅയ്തുന്നാർ വറഅയ്തു അക്സറ അഹ്ലിഹാ അന്നിസാ. നരകം ഞാൻ കണ്ടു, എൻ്റെ കൺമുമ്പിൽ ഞാൻ നരകം കണ്ടു. കത്തിജ്വലിക്കുന്ന നരകാഗ്നി എൻ്റെ കണ്ണിൽ ഞാൻ കണ്ടു. അല്ലാഹുവിന്റെ റസൂൽ മെഹറാജിന്റെ രാവിൽ റജബ് 27 സുദിനത്തിൽ പാതിരാത്രി വേളയിൽ റബ്ബിന്റെ ദർബാറിലേക്ക് അവനുമായിട്ടുള്ള ഒരു വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയതാണ്. ആ തിരിച്ചുവരവിലാണ് നമസ്കാരവുമായി വന്നത്. ആ പോക്കിലാണ് നരകം ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനെ കാണിച്ചു കൊടുക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ നരകം കാണുന്നു. ആ നരകത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് വറഅയ്തു അക്സറ അഹ്ലിഹാ അന്നിസാ. ആ നരകത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് സ്ത്രീകളെയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു അത്രേ, യാ റസൂലല്ലാഹ് അയകുഫിർനൽ അശീർ അയകുഫിർന ബില്ലാഹ്. അള്ളാഹുവിനോട് ദേഷ്യം പിടിച്ചിട്ടാണോ, അള്ളാഹുവിനോട് എതിര് പ്രവർത്തിച്ചിട്ടാണോ ഇവർക്ക് ഈ രീതിയിൽ വരാനുണ്ടായ കാരണം? എന്താണ് കാരണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു. പ്രവാചകൻ ഉടനെ തന്നെ അതിന് മറുപടി കൊടുത്തു. അള്ളാഹുവിനോട് എതിര് പ്രവർത്തിച്ചെന്നും
അതൊരു നിലയ്ക്ക് നോക്കുമ്പോൾ ശരിയാണ്. പക്ഷേ മെയിനായിട്ട് അവർ നരകത്തിൽ കൂടുതലായി കടക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, ബൽ തുക്ഫിർനൽ ലഅന വതുക്ഫിർനൽ അശീർ. ശാപവാക്കുകൾ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് അധികരിച്ചതിന്റെ കാരണത്താലാണ് അവർ നരകത്തിൽ കൂടുതൽ കടക്കാൻ കാരണമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ചെറിയ നിസാര വിഷയങ്ങൾക്ക് വരെ ശാപവാക്കുകൾ. ഭർത്താവ് ഒരു ഡ്രസ്സ് വാങ്ങിക്കൊണ്ട് വന്നു, വലിയ പെരുന്നാളിൽ കൊണ്ടുവരിക ഡ്രസ്സ്. ഇങ്ങനെ വാങ്ങിച്ചു നോക്കിയിട്ട് ദുനിയാവിൽ ആരും വാങ്ങാത്തൊരു ഡ്രസ്സാണ് നിങ്ങൾ വാങ്ങിയത് കുറച്ചവരെ, ഇതിനേക്കാൾ മോശപ്പെട്ട ഒരു വസ്ത്രം ഇനി ഇല്ല. ഈ രീതിക്കുള്ള കമൻറ്റ് ഭർത്താവ് അയാളെക്കാണ്ട് ഒക്കുന്ന രീതിയിൽ ഒപ്പിച്ചുകൊണ്ട് വന്നതാണ്. അത് സ്തുതിച്ച് മധു പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കാനല്ലാതെ, അതിന് മാറ്റിവെച്ചുകൊണ്ട് ആ രീതിയിൽ പറയലല്ലാതെ, ഇത് വേണ്ട, എനിക്കിത് കൊള്ളത്തില്ല, ഇത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയൽ നല്ല സൽവൃത്തരായ സ്ത്രീകൾക്ക് ചേർന്നതല്ല എന്ന് പ്രവാചകൻ സയ്യിദുനാ റസൂലുള്ളാഹി. ശാപവാക്കുകൾ പ്രയോഗിക്കുക, ശാപവാക്കുകൾ പ്രയോഗിച്ചതുകൊണ്ടാണ് സ്ത്രീകളെ കൂടുതലായിട്ട് നരകത്തിൽ ഞാൻ കണ്ടത് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. തീർന്നില്ല, അവർ ഭർത്താക്കന്മാരോട് എതിര് പ്രവർത്തിച്ചവരാണ്. ഭർത്താക്കന്മാര് പറഞ്ഞതനുസരിച്ചില്ല. ഈ ഹദീസിനെ എന്ന് പറഞ്ഞ പദത്തെ പണ്ഡിതന്മാർ വിഭജിച്ചിട്ടുണ്ട്. ശറഹ് മുസ്ലിമിൽ ഇമാം നബവി റഹിമഹുല്ല അതിന് 2 വിശദീകരണം നൽകുന്നുണ്ട്. എന്താണത് 2 വിശദീകരണം? ഭർത്താവിനെ അനുസരിക്കാത്ത ഭാര്യ എന്ന് പറയുന്നത്, ഒന്ന് ഭർത്താവിനെ നിഷേധിക്കുന്നു. എങ്ങനെയാ നിഷേധിക്കുന്നത്? ഭർത്താവ് ഗൾഫിൽ പോയി അയാൾ അവിടെ നിന്നിട്ട് സമ്പാദിച്ചു കൊടുക്കുന്ന ധനം കൊണ്ട് കാമഗുണമായി കറങ്ങുകയാണ്. ബീച്ചിലും അവിടെ ഇവിടെയുമെല്ലാം കറങ്ങി അവസാനം അത് കേസായി പ്രശ്നമായി കോടതിയിലെത്തുമ്പോൾ പാവപ്പെട്ട ഈ ഭർത്താവിന് 2 കുട്ടികളുടെ തള്ളയാകുന്ന പെണ്ണ് പറയുന്നു, ഇവൻ എൻ്റെ ഭർത്താവല്ല, ഇവൻ എൻ്റെ ഭർത്താവല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവന് നിഷേധിക്കുന്നു. പാവപ്പെട്ടവൻ ഒഴിവാക്കുന്നവന് ധനമില്ലാത്തതിന്റെ പേരിൽ ഈ രീതിയിൽ ഒഴിവാക്കുന്ന പെണ്ണ് അവൾ നരകത്തിലാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരർത്ഥമാണെങ്കിൽ, രണ്ടാമത്തെ അർത്ഥം ഭർത്താവ് കൊടുത്തതായ ഉപകാരങ്ങൾ മുഴുവനും നിഷേധിക്കുന്നു. ഭർത്താവ് കൊടുത്തതായ സമ്പത്ത്, ഭർത്താവ് കൊടുത്തതായ വസ്ത്രം, ഭർത്താവ് കൊടുത്തതായ ആഹാരം, അതെല്ലാം അവൾ നിരാകരിക്കുന്നു. എന്തെങ്കിലും ഒരു ദിവസം അല്പം കുറഞ്ഞു പോകുമ്പോൾ, പെരുന്നാളിൻ്റെ സുദിനത്തിൽ എന്തെങ്കിലും ഒരു കുറവ് വരുമ്പോൾ, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഇറച്ചി വേണമെന്ന് ഉസ്താദ് പ്രസംഗിച്ചിരുന്നു, അതനുസരിച്ച് എനിക്ക് തരുന്നില്ല എന്നതിൻ്റെ പേരിൽ അവൾ പിണങ്ങി നിൽക്കുന്നു. ഈ ജീവിതകാലത്ത് ഒരിക്കലും എനിക്ക് ഇയാളെ കൊണ്ട് ഗുണമുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശാപവാക്കുകൾ പറയുന്ന സ്ത്രീകളുണ്ട്. അവർ നരകത്തിലാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ശപിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരെയാണ് ശപിക്കുന്നത് എന്നുള്ളതാണ്. ആരെയാണ് ശപിക്കുന്നത്? പ്രിയമുള്ള സഹോദരിമാർ, ശപിക്കുന്നത് നമ്മുടെ ഭർത്താവിനെയാണെങ്കിൽ അത് ഒരു അർത്ഥത്തിൽ അല്ലാഹു തആലയാണ്. കാരണം ഭർത്താവിൻ്റെ സംതൃപ്തിയാണ് പൂർണ്ണമായി അല്ലാഹു തആലയുടെ സംതൃപ്തി. അല്ലാഹു തആലയുടെ സംതൃപ്തി കിട്ടണമെങ്കിൽ പൂർണ്ണമായി സംതൃപ്തി ഭർത്താവിൽ മേളിച്ചവളായിരിക്കണം. ഭർത്താവിനെ ചീത്ത വിളിക്കുന്നു, ഭർത്താവിൻ്റെ കുടുംബക്കാരെ ചീത്ത വിളിക്കുന്നു, ഇത് ആണുങ്ങൾക്കും ബാധകമാണ്. ഉമ്മയും ഭർത്താവ് വെറുക്കുന്നു, അവരുടെ അനിയന്മാരെയും ജ്യേഷ്ഠന്മാരെയും വെറുക്കുന്നു, അവരോട് മോശമായ രീതിയിൽ വർത്തിക്കുന്നു, അവരോട് കാണുമ്പോൾ അവരെ മാറ്റി നിർത്തുന്നു, അവർക്ക് വേണ്ടുന്നതായ സഹായ സഹകരണങ്ങൾ ചെയ്യാതിരിക്കുന്നു. ഈ രീതിയിൽ ചെയ്യുന്ന പെണ്ണെ, നീ മനസ്സിലാക്കണം, ആ രീതിയിലാണ് നിന്റെ പ്രവർത്തനമെങ്കിൽ നിന്റെ ജീവിതം കൊണ്ട് നീ എത്തിപ്പെടുന്നത് നരകത്തിലേക്കാണ്. നീ സൂക്ഷിക്കണമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നതിനെ കുറിച്ച് ധാരാളം ആയത്തുകൾ, ഹദീസുകൾ മനുഷ്യർക്ക് മാനവരാശികൾക്ക് വ്യക്തമായ നിലയിൽ സൂചനകൾ നൽകിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് ഒരു വ്യക്തി വന്നുകൊണ്ട് പറഞ്ഞു, ഇന്നലീ ദവീ അർഹാം. ചില ആളുകൾക്ക് ഒരു കോംപ്ലക്സ് ഉണ്ടല്ലോ, എന്താ, ഞാൻ അങ്ങോട്ട് സലാം പറയുന്നുണ്ട്, കുടുംബബന്ധം ചേർക്കുന്നുണ്ട്, പക്ഷെ അവരെന്നോട് തിരിച്ച് റിപ്ലൈ ഇല്ല. ഞാൻ അങ്ങോട്ട് അസ്സലാമു അലൈക്കും പറയുന്നുണ്ട്, അവരെന്നോട് തിരിച്ചു പറയുന്നില്ല. മാറ്റം വരുത്തണം. നമ്മൾ വളരെ അത്യന്താപേക്ഷിതമാണ്. സലാം പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം സ്നേഹമുണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പോൾ ഭാര്യയോട് ഭർത്താവ് പറയട്ടെ, മണിയറയിൽ സലാം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി മുതൽ പ്രാവർത്തികമാക്കിക്കും. ഇന്ന് രാത്രി വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ ഭാര്യയോട് എന്ത് ചെയ്യുക? സലാം പറയുക. ആദ്യം അവളിങ്ങനെ തുറിച്ചു നോക്കി, ഇതെന്താ പതിവില്ലാത്തൊരു പരിപാടി. രണ്ടാമത്തെ ദിവസം ആകുമ്പോൾ ആ തമാശ മാറി കാര്യമാവും. മൂന്നാമത്തെ ദിവസം ആകുമ്പോൾ അതിലേറെ കാര്യമാവും. പിന്നെ അവൾ മടക്കിക്കോളും. ഈ കെട്ടാൻ നിൽക്കുന്ന പുതിയ ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവരെ ആദ്യം മുതൽ തുടങ്ങിക്കോ, ഒരു പ്രശ്നമില്ലല്ലോ.
ഉമ്മയോട് വീട്ടിൽ കയറുമ്പോഴത്തേക്ക് അസ്സലാമു അലൈക്കും പറഞ്ഞിട്ട് കയറുക. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നും അടർത്തി മാറ്റപ്പെട്ടിരിക്കുന്നു. കമ്പോളങ്ങളിൽ മുസ്താഫന്മാരെ കാണുമ്പോൾ മാത്രം നമ്മൾ പറയുന്നു. എന്താ ഇതിൻ്റെ അർത്ഥം? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സർവ്വരക്ഷയും നിങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. പിന്നെന്തുകൊണ്ട് നിങ്ങളുടെ ഉമ്മയോട്, നിങ്ങളുടെ ഉപ്പയോട്, നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ ഭാര്യയോട്, ഇല്ലെങ്കിൽ പെൺമക്കൾ അങ്ങോട്ടും ഇങ്ങോട്ട്, ഇല്ലെങ്കിൽ ഉമ്മ മറ്റുള്ള അയൽവക്കത്തെ ബീബാത്തുമ്മയെ കാണുമ്പോൾ അങ്ങോട്ട് എന്തുകൊണ്ട് പറയാതിരിക്കുന്നു? ഇല്ലെങ്കിൽ ഞാനൊക്കെ ഇതിലൂടെ മനസ്സിലാക്കുന്ന ഒരു ധ്വനിയുണ്ട് ഇതിലൂടെ. എന്താണത്? ലോകത്തുള്ള മുഴുവൻ കമ്പോളങ്ങളിലുള്ളവർക്കും നാട്ടുകാർക്കുമെല്ലാം അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടായി കിട്ടട്ടെ, എൻ്റെ വീട്ടിലുള്ള ഉമ്മയ്ക്കും ഉപ്പയ്ക്കും കിട്ടരുത് എന്നാണോ നിങ്ങൾ കരുതുന്നത്? അതാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? മാറ്റിയെടുക്കണം നമ്മൾ. അൽഹംദുലില്ലാ, നല്ലൊരു സംസ്കാരം നമ്മുടെ ഉള്ളിലുണ്ട്. ഒരു സലാം, പരസ്പരം കാണുമ്പോൾ ഫോൺ വിളിക്കുമ്പോൾ ഒരു അസ്സലാമു അലൈക്കും, കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് നമ്മൾ സലാം പറയാറുണ്ട്. അത് നമ്മൾ നിലനിർത്തണം. അത് നമ്മുടെ വീട്ടുകളിലേക്കും വേണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലെത്തിക്കൊണ്ട് ഒരു വ്യക്തി പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂലേ, ഞാൻ കുടുംബബന്ധം ചേർക്കാറുണ്ട്, ഞാൻ പലപ്പോഴും അങ്ങോട്ട് സലാം പറയാറുണ്ട്, അവർ തിരിച്ചു മടക്കാറില്ല. ഇന്നലീ ദവീ അർഹാം, എനിക്കടുത്ത കുടുംബക്കാരുണ്ട്, എനിക്ക് ജ്യേഷ്ഠനുജന്മാരുണ്ട്, എനിക്ക് കൊച്ചാപ്പ മൂത്താപ്പമാരുണ്ട്, മാമിമാരുണ്ട്. അസിലൂ വയഖ്തഊൻ, ഞാൻ അവരോട് കുടുംബബന്ധം ചേർക്കുന്നു, അവരെന്നെ മുറിക്കുന്നു. അസിലു, ഞാൻ കുടുംബബന്ധം അവരോട് ചേർക്കുന്നു. വയഖ്തഊൻ, അവരെന്നെ മുറിക്കുന്നു, അവർ കുടുംബബന്ധം വിച്ഛേദിക്കുന്നു. വഅഫൂ, ഞാൻ അവർ എന്നിലോട് ചെയ്തതായ മുഴുവൻ പാപങ്ങളും ഞാൻ അവർക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുന്നു. അവർ പലപ്പോഴും റോഡിലൂടെ നടന്നു പോകുമ്പോൾ എന്നെ ശകാരിച്ചിട്ടുണ്ട്, ചീത്ത വിളിച്ചിട്ടുണ്ട്, അത്തരത്തിൽ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ മാപ്പാക്കുന്നു. പക്ഷേ വയളിമൂൻ, അവരെന്നോട് തിരിച്ചക്രമം പ്രവർത്തിക്കുന്നു. ഹബീബേ വഅഹ്സിനൂ, ഞാൻ അവരോട് നന്മ ചെയ്യുന്നു, കുടുംബക്കാരോട് നന്മ പ്രവർത്തിക്കുന്നു. പക്ഷേ വയുസീഉ ഇലൈ, അവരെന്നോട് മോശമായ രീതിയിൽ പെരുമാറുന്നു. ഹബീബേ, അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുന്നു, അഫ ഉകാഫിഉഹും യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ലോകത്തിൻ്റെ നായകരെ, അവരോട് ഞാൻ ആ രീതിയിൽ തന്നെ ഇനി പെരുമാറട്ടെയോ? അവരെന്നോട് സമീപിക്കുന്ന ആ രീതി, അതേ രീതിയിലുള്ള പെരുമാറ്റച്ചിട്ട ഇനി അങ്ങോട്ടും ഞാൻ സമീപിക്കട്ടെയോ എന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചപ്പോൾ ലോകത്തിൻ്റെ നായകൻ മുഴുവനും മാതൃകയായി ായിട്ട് പറയുന്നു, ലാ, പാടില്ല സ്വഹാബ, അങ്ങനെ നീ ചെയ്തു കഴിഞ്ഞാൽ ഇദൻ തതുറുകൂന ജമീഅ വലാകിൻ ജുദ് ബിൽ ഫളി വഅഹ്സിൻ ഇലൈഹിം, നീ അവരിലേക്ക് ഔദാര്യം ചെയ്യണം. നീ പാവപ്പെട്ട അഗതികളാണ്, അനാഥകളാണ് നിന്റെ കുടുംബാദികളെങ്കിൽ, അശരണനാണ് നിന്റെ എങ്കിൽ, സാധു പെൺകുട്ടികളാണ് ആ വീട്ടിലുള്ളതെങ്കിൽ അവരെ കെട്ടിച്ചയക്കുന്നതിന് വേണ്ടി അതിനുള്ള സാമ്പത്തിക സഹായം നൽകുക. അവർക്ക് നീ അരി കൊടുക്കണമെങ്കിൽ ആ രീതിയിൽ അവരുടെ കുടുംബബന്ധം ചേർക്കുക. അവർക്ക് നീ സാമ്പത്തികമായിട്ട്, ശാരീരികമായിട്ട് ഏത് നിലയ്ക്കാണോ അവിടെ സഹായം ആവശ്യമായി വരുന്നത് ആ രീതിയിൽ നീ അവർക്ക് നിൽക്കുക. വജുദ് ബിൽ ഫളി, ഔദാര്യം കൊണ്ട്, ധർമ്മം കൊണ്ട് നീ അവർക്ക് ഗുണവാനാകുക. വഅഹ്സിൻ ഇലൈഹിം, അവർ നിന്നോട് എതിര് പ്രവർത്തിച്ചാലും നീ അവരിലേക്ക് കുടുംബബന്ധം ചേർക്കുമ്പോൾ തിരിച്ച് നിന്നെ അവർ പരിഗണിക്കാതിരുന്നാലും മോനെ നീ അവർക്ക് തിരിച്ചു ഗുണം ചെയ്യണമെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം